നമസ്കാരം. അശ്വതി നക്ഷത്രക്കാരുടെ വിഷുഫലം. ഈ വർഷം അശ്വതി നക്ഷത്രക്കാർക്ക് ഒരുപാട് നേട്ടങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ വളരെയധികം ലാഭങ്ങളും നേട്ടങ്ങളും നിങ്ങളുടെ ജോലി സംബന്ധമായും ബിസിനസ് സംബന്ധമായും എല്ലാം നിങ്ങൾക്ക് നേടുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ്. അശ്വതി നക്ഷത്രക്കാർ, നിങ്ങൾക്ക് ഈ ഒരു വർഷം നിങ്ങളുടെ പൊതുപ്രവർത്തനങ്ങൾ, മറ്റുള്ളവരെ സഹായിക്കുന്നതും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുകയും അതുമൂലം നിങ്ങൾക്ക് സമൂഹത്തിൽ ഒരുപാട് അംഗീകാരങ്ങൾ ലഭിക്കും. എന്നാൽ ഇതുമൂലം നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന് ഒരു നേട്ടമുണ്ടാകും. നിങ്ങൾ ജോലി ചെയ്യുന്ന വ്യക്തി, പ്രൈവറ്റ് മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി മൂലം, നിങ്ങളുടെ കാരുണ്യമായ, അതായത് മനുഷ്യരുടെ സ്നേഹത്തോടു കൂടിയുള്ള പ്രവൃത്തി മൂലം എല്ലാം നിങ്ങൾക്ക് ബിസിനസ്സിലും ജോലിയിലും അംഗീകാരങ്ങളും സാമ്പത്തിക നേട്ടവും എല്ലാം ഉണ്ടാകുന്ന മനോഹരമായ ഒരു വർഷമായിരിക്കും ഈ ഒരു വർഷക്കാലഘട്ടം. മേലധികാരികളിൽ നിന്നും ഒരുപാട് സന്തോഷകരമായ വാർത്തകൾ, അതായത് നിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നവരും നിങ്ങളെ വില വയ്ക്കാതിരുന്ന ആൾക്കാരെല്ലാവരും നിങ്ങളെ അംഗീകരിക്കുകയും അവർ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ നൽകുകയും എല്ലാം ചെയ്യുന്ന നല്ലൊരു സമയം തന്നെയായിരിക്കും. ഏറ്റെടുത്ത കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്തു തീർക്കുവാൻ ഈ ഒരു വർഷക്കാലഘട്ടം സാധിക്കും. മുൻകാലഘട്ടങ്ങളിൽ നിന്ന് ചിലപ്പോൾ മടിയൊക്കെ കാരണം ഒന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ ചെയ്യാനൊരു താല്പര്യക്കുറവുണ്ടായിരുന്നു, ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നിങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം മാറുകയും ഈ ഒരു വർഷക്കാലഘട്ടം സാമ്പത്തികപരമായിട്ട് നല്ലൊരു നേട്ടം ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. വിദേശ ജോലിക്ക് ശ്രമിക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ, ഇവർക്ക് എല്ലാവർക്കും ഒരുപാട് നേട്ടമുണ്ടാകുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഈ ഒരു വർഷക്കാലഘട്ടം. അശ്വതി നക്ഷത്രക്കാരുള്ള വിദ്യാർത്ഥികൾ ആത്മാർത്ഥമായി വിദ്യാഭ്യാസത്തിന് മനസ്സുറപ്പിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം നേട്ടങ്ങളും വിജയങ്ങളും ഉണ്ടാകുക തന്നെ ചെയ്യും. കൂടാതെ വിവാഹ സംബന്ധമായ തടസ്സങ്ങളുള്ള വ്യക്തികൾക്ക് ഈ ഒരു വർഷക്കാലഘട്ടം അതിന് ഒരു നേരിയൊരു മാറ്റമെല്ലാം കാണുന്നുണ്ട്. വിവാഹം നടക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ള മുൻകരുതലുകൾ എടുക്കുവാനും എല്ലാത്തിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. സാമ്പത്തികപരമായിട്ട് നല്ലൊരു നേട്ടം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം കാണുന്നുണ്ട്. നിങ്ങൾ ജോലി, അല്ലെങ്കിൽ നിത്യം ജോലി ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കൂ, നിങ്ങൾക്ക് എല്ലാ ദിവസവും ജോലി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്കും പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങാൻ സാധിക്കും, അല്ല നിങ്ങൾക്ക് അതിൽ നിന്നും ഒരുപാട് ലാഭങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. പ്രതീക്ഷിക്കുന്നതിൽ നിന്നും അപ്പുറം സാമ്പത്തിക നേട്ടം കൈവരിക്കുന്ന ഒരു വർഷമാണ് ഈ ഒരു വർഷക്കാലഘട്ടം. എന്നിരുന്നാലും നിങ്ങൾക്ക് ഈ ഒരു വർഷത്ത് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും എല്ലാം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നിങ്ങൾ ഈ പരിഹാരം ചെയ്തിട്ടും ഈ ഒരു വർഷക്കാലഘട്ടത്തിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നില്ല, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നില്ല, ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അതായത് ദോഷപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജാതകം ഒന്ന് വിശദമായി പരിശോധിക്കുക. അവിടെ ആ ജാതകത്തിലെ ദശാപഹാരം മനസ്സിലാക്കുകയും അതിൻ്റെ പരിഹാരവും കൂടി ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ വിഷു ഫലത്തിൽ പറയുന്ന എല്ലാ ഗുണഫലങ്ങളും ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും. ഇതൊരു പൊതുഫലമാണ്. അപ്പോൾ നമ്മുടെ ജാതകത്തിൽ ദോഷമുണ്ടെങ്കിൽ അതും കൂടി പരിഹരിച്ച് മുന്നോട്ട് പോയാൽ ഗുണഫലങ്ങൾ കൂടുതലായി ജീവിതത്തിൽ കിട്ടുകയും ദോഷഫലങ്ങൾ കുറയുകയും ചെയ്യും. ജാതക സംബന്ധമായ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ. നമസ്കാരം. ഭരണി നക്ഷത്രക്കാരുടെ വിഷുഫലം. ഭരണി നക്ഷത്രക്കാർക്ക് ഈ ഒരു കാലഘട്ടം, ഈ വിഷു കാലഘട്ടത്തിൽ കുടുംബത്തിൽ നിന്നും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. കുടുംബത്തിൽ അംഗീകാരം ലഭിക്കാതെയും നിങ്ങൾക്കൊരു ബഹുമാനമില്ല, വിലയില്ലാതെയൊക്കെ നടന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷക്കാലഘട്ടം കുടുംബത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച് നോക്കണം. കുടുംബത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സറിഞ്ഞ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാവരും അംഗീകരിക്കുകയും കുടുംബത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം സ്നേഹം ലഭിക്കുകയും നിങ്ങളൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ കുടുംബത്തിലെ വ്യക്തികൾ തന്നെ ധനപരമായി നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങളൊരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് ധനപരമായി സഹായിക്കുന്നു. നിങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും സാമ്പത്തികപരമായിട്ടും അല്ലാത്ത രീതിയിലുള്ള സഹായങ്ങൾ കുടുംബത്തിൽ നിന്ന് ലഭിക്കാനുള്ള സാധ്യത എല്ലാം വളരെ കൂടുതലായി ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു വർഷക്കാലഘട്ടം. ഈ വിഷു കാലഘട്ടത്തിൽ ഭരണി നക്ഷത്രക്കാർ കുടുംബത്തിന് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ നല്ലൊരു അംഗീകാരവും സ്നേഹവും സംരക്ഷണവും എല്ലാം കുടുംബത്തിൽ നിന്ന് ലഭിക്കും. വിദ്യാർത്ഥികളാണെങ്കിൽ പോലും നിങ്ങൾ ആത്മാർത്ഥമായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു വിജയം ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു വർഷക്കാലഘട്ടം. കൂടാതെ വിവാഹ സംബന്ധമായി പ്രശ്നങ്ങൾ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുക, അതായത് വിവാഹം കൃത്യസമയം നടക്കുന്നില്ല, അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അഭിപ്രായ വ്യത്യാസങ്ങൾ
ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരുന്നു എന്നുണ്ടെങ്കിൽ അതിനും നല്ലൊരു മാറ്റം ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ്. അതുമാത്രമല്ല ജോലി സംബന്ധമായിട്ട് സാമ്പത്തികമായിട്ട് നല്ലൊരു നേട്ടം കാണുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. സാമ്പത്തികമായിട്ട് നേട്ടം കാണുന്നു, ജോലി സംബന്ധമായി നേട്ടം കാണുന്നു, വിദേശ ജോലിക്കുള്ള അവസരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ള ഒരു സമയം തന്നെയാണ്. വിദ്യാർത്ഥികൾക്ക് നേട്ടമുണ്ടാകുന്നു, വിവാഹ സംബന്ധമായ ഒരു തീരുമാനം, അതായത് വിവാഹം നടന്നില്ലെങ്കിൽ പോലും അതിനുവേണ്ടി ഒരു തീരുമാനമെല്ലാം എടുക്കുവാൻ സാധിക്കുന്നു. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഈ ഒരു വർഷം ഭരണി നക്ഷത്രക്കാർക്ക് കാത്തിരിക്കുകയാണ്. നിങ്ങൾ ശിവക്ഷേത്രത്തിലോ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിലോ ഈ രണ്ടിലേതെങ്കിലും ഒരു അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുക, ഭഗവാനെ പൂജിക്കുക. നിങ്ങളാൽ കഴിയുന്ന യഥാശക്തി വഴിപാടുകളെല്ലാം നടത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ ഈ ഒരു വർഷ കാലഘട്ടം നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. ഇതൊരു പൊതുഫലമാണ്. നിങ്ങളുടെ ജാതകത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യം ഗുണഫലങ്ങൾ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജാതകം വ്യക്തമായി ഒരു ജ്യോതിഷനെ കൊണ്ട് പരിശോധിച്ച് ഇപ്പോഴത്തെ ദശാപകാരം മനസ്സിലാക്കി അതിൻ്റെ പരിഹാരവും കൂടി ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ, അതായത് എല്ലാ ഗുണഫലങ്ങളും ഈ വിഷുഫലത്തിൽ പറയുന്ന എല്ലാ ഗുണഫലങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ തേടി വരിക തന്നെ ചെയ്യും. നമസ്കാരം. കാർത്തിക നക്ഷത്രക്കാരുടെ വിഷുഫലം. ഈ വർഷം കാർത്തിക നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ നേതൃത്വം കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയം തന്നെയാണ്. നിങ്ങൾ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും വിദ്യാഭ്യാസം ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും നിങ്ങളുടെ നേതൃത്വം, നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ പ്രവൃത്തിയും കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് അംഗീകാരങ്ങളും നേട്ടങ്ങളും വന്നു ചേരുന്ന സമയമാണ്. ഈ നക്ഷത്രക്കാർ നിങ്ങൾ വാഹന സംബന്ധമായി ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ലാഭം ഉണ്ടാകാൻ, പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങുവാൻ സാധിക്കും, നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധിക്കും, ധനലാഭം ഉണ്ടാകാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ് ഈ ഒരു വിഷു കാലഘട്ടം. ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് ഈ വാഹന സംബന്ധമായിട്ട് തന്നെ ജോലി ചെയ്യുന്ന വ്യക്തികൾ കാണും, വർക്ക്ഷോപ്പ് പോലുള്ള ജോലി, അല്ലാതെ ഇതിൻ്റെ വാഹന സംബന്ധം പല മേഖലകൾ, അതിൻ്റെ വലിയ കമ്പനികൾ, ഫാക്ടറികൾ, ഇതിലൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക്, പ്രൈവറ്റ് മേഖലയിലാണ് ജോലി ചെയ്യുന്ന വ്യക്തികൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ജോലി ഉണ്ടാകുക, ജോലിയിൽ നേട്ടമുണ്ടാകുക, ഈ നക്ഷത്രക്കാർക്ക് പ്രത്യേക പരിഗണന ഉണ്ടാകുക, അതവർക്ക് പ്രൊമോഷൻ ലഭിക്കുകയും അല്ലെങ്കിൽ ശമ്പളം കൂടുതൽ ലഭിക്കുകയും അതിലൊരുപാട് സന്തോഷമുണ്ടാകുകയും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. കൂടാതെ നിങ്ങൾ നിത്യവും ജോലി ചെയ്യുന്ന പ്രൈവറ്റ് മേഖലയിലേക്ക് ജോലി ചെയ്യുന്ന ഡ്രൈവർമാർ പോലുള്ള വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മേഖലയിൽ നിത്യവും ജോലി ഉണ്ടാകുകയും അതിൽ നിന്ന് ഒരുപാട് ധനലാഭം ഉണ്ടാകുകയും അത് നല്ല രീതിയിൽ കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാനെല്ലാം സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും ഈ ഒരു വിഷു കാലഘട്ടം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഒരുപാട് സൗഹൃദങ്ങൾ ജീവിതത്തിൽ ഈ ഒരു വർഷം വന്നു ചേരും. നിങ്ങളുടെ കൂടെയുള്ള പുതിയ സൗഹൃദങ്ങൾ കാരണം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുവാൻ സാധിക്കുന്നു. ഇപ്പോൾ വിവാഹം കഴിക്കാതിരിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് വിവാഹാലോചനകൾ വരികയും അവർ മുഖാന്തരം വിവാഹം നടക്കുകയും അല്ലെങ്കിൽ അവർ ഒരു ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് വേണ്ടി തേടി കണ്ടുപിടിച്ച് തരും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നേട്ടങ്ങൾ സുഹൃത്തുക്കളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. കൂടാതെ ജോലി സംബന്ധമായിട്ടുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് അവർ നേടിത്തരുന്നു, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടി ധനസഹായം ചെയ്യുന്നു. ഇങ്ങനെ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലഘട്ടത്തിൽ ഒരുപാട് നേട്ടങ്ങൾ വരുവാൻ കാത്തിരിക്കുന്ന ഒരു വർഷം തന്നെയാണ്. നിങ്ങളുടെ പ്രവൃത്തികൾ ജോലി സംബന്ധമായാലും ശരി, വിദ്യാഭ്യാസമായാലും ശരി, കുടുംബജീവിതത്തിലായാലും ശരി, കൃത്യമായും സത്യസന്ധമായും ചെയ്ത് മുന്നോട്ട് പോയാൽ ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. സംസാരം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ജീവിതത്തിലുണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ മാറുന്നതിന് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുകയും ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ അവധി ദിവസങ്ങളിലോ അമ്പലത്തിൽ പോവുകയും ഭഗവാനൊരു നാളികേരം എല്ലാം ഉടച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തടസ്സങ്ങളെല്ലാം മാറി വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടന്ന് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. എന്തെങ്കിലും തടസ്സങ്ങൾ, ഈ പറയുന്ന ഗുണഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിച്ച് ദശാപകാരം മനസ്സിലാക്കി അതിൻ്റെ കൂടി പരിഹാരം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. കാരണം ഈ ഒരു നക്ഷത്രഫലം, ഈ ഒരു കാർത്തിക നക്ഷത്രഫലം, വിഷുഫലം പൊതുവായിട്ടുള്ളൊരു ഫലമാണ്. നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള നിങ്ങളുടെ ഇപ്പോഴത്തെ ദശാപകാരം മനസ്സിലാക്കി അതിൻ്റെ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയാൽ വളരെ നല്ലത് തന്നെയായിരിക്കും. നിങ്ങളുടെ ജാതക സംബന്ധമായ സംശയങ്ങൾക്ക് എന്തെങ്കിലും മറുപടി വേണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കും. രോഹിണി നക്ഷത്രക്കാരുടെ വിഷുഫലം. ഈ ഒരു വർഷക്കാലഘട്ടം രോഹിണി നക്ഷത്രക്കാർക്ക് ഏത് മേഖലയിലും ജയം ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. ഈ ഒരു വർഷത്തിൽ നിങ്ങൾ ഇറങ്ങുന്ന എല്ലാ മേഖലയിലും നിങ്ങൾക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കും. വിദ്യാഭ്യാസപരമായി പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ്.
വിദ്യാർത്ഥികൾ മടി മൂലം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുന്നില്ല, ഞാൻ നാളെ പഠിക്കാം ഇങ്ങനെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഒരു വിഷയത്തിലും നിങ്ങൾ പുറകിലോട്ട് പോകാതെ ആത്മാർത്ഥമായി വിദ്യാഭ്യാസത്തിൽ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം ഒരു വലിയ വിജയം നിങ്ങളെ കാത്തിരിക്കുകയാണ്. ജോലി സംബന്ധമായിട്ടും അല്ലെങ്കിൽ ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ടെസ്റ്റുകൾ എഴുതുന്ന വ്യക്തികൾ ഇങ്ങനെയുള്ളവരെല്ലാവരും ആത്മാർത്ഥമായി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വർഷകാലഘട്ടം നിങ്ങൾ രോഹിണി നക്ഷത്രമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയം ഉറപ്പായും ഉണ്ടാകുക തന്നെ ചെയ്യും. കായിക രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികളും ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊള്ളുക. നിങ്ങൾക്ക് വിജയത്തിൻ്റെ ഒരുപാട് മേഖലയിൽ വിജയിച്ചുകൊണ്ട് അതിൽ നിന്ന് അംഗീകാരം ലഭിക്കുക, സാമ്പത്തിക നേട്ടമുണ്ടാകുക, നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം നിങ്ങൾക്ക് സഫലീകരിക്കുവാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നേടുവാൻ സാധിക്കുന്ന സമയം തന്നെയാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഒരുപാട് നേട്ടങ്ങളുണ്ടാകും. അവരുടെ കലയെ വളർത്തുവാനുള്ള അവസരങ്ങളുണ്ടാകും. അതിൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ, കലാപരമായ കാര്യങ്ങൾ ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്ക് അതിൽ നേട്ടമുണ്ടാകും. അല്ലെങ്കിൽ അത് ജോലിയായി ചെയ്യുന്ന വ്യക്തികൾക്ക് നേട്ടമുണ്ടാകും. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ ഈസിയായി പഠിക്കുവാനും അതിൽ അവർക്ക് പേരും പെരുമയും അന്തസ്സും എല്ലാം നേടുവാനും കഴിയുന്ന ഒരു വർഷം തന്നെയാണ്. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് ഈ ഒരു വർഷകാലഘട്ടം. ജോലി സംബന്ധമായി നേട്ടമുണ്ടാകുന്നു, ബിസിനസ് സംബന്ധമായി നേട്ടമുണ്ടാകുന്നു, വിദ്യാഭ്യാസപരമായിട്ട് നേട്ടമുണ്ടാകുന്നു. കൂടാതെ നിങ്ങൾക്ക് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നു, പ്രണയ വിജയമുണ്ടാകുന്നു. ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ നിങ്ങൾക്ക് നേട്ടങ്ങളും അംഗീകാരങ്ങളും സന്തോഷവും എല്ലാം നിറയുന്ന ഒരു മനോഹരമായ ഒരു വർഷം തന്നെയായിരിക്കും ഈ ഒരു വർഷകാലഘട്ടം. എന്നിരുന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറയുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഈ ഗുണഫലങ്ങളൊന്നും നിങ്ങൾക്ക് ജീവിതത്തിൽ വരുന്നില്ല. ഇതിന് നേരെ വിപരീതമായിട്ടാണ് സംഭവിക്കുന്നത്. അതായത് എല്ലാം ദോഷങ്ങളായിട്ടാണ് വരുന്നത്. സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നില്ല, വിദ്യാഭ്യാസപരമായി പിന്നിലോട്ട് പോകാൻ സാധിക്കും. ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ജാതകം ഒന്ന് പരിശോധിക്കുക. അതിലുള്ള ദശാപഹാരം മനസ്സിലാക്കിയതിന് ശേഷം അതിനും കൂടി പരിഹാരം ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. അല്ലാത്ത പക്ഷം നിങ്ങൾ ഈ ഒരു നക്ഷത്രക്കാർ ശ്രീകൃഷ്ണ സ്വാമിയെ പ്രാർത്ഥിക്കുക, ഭഗവാന്റെ അമ്പലത്തിൽ ദർശനം നടത്തിയെല്ലാം മുന്നോട്ട് പോകുന്നതും വളരെ നല്ലത് തന്നെയായിരിക്കും. ജാതക സംബന്ധമായിട്ടുള്ള സംശയങ്ങൾക്ക് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കും. മകയിരം നക്ഷത്രം, മകയിരം നക്ഷത്രക്കാരുടെ വിഷുഫലം. ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷകാലഘട്ടം കുടുംബത്തിൽ നിന്നും സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു അന്തരീക്ഷമായിരിക്കും കാണുവാൻ സാധിക്കുന്നത്. നിങ്ങളുടെ സംസാരം ഒന്ന് നിയന്ത്രിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. കുടുംബജീവിതത്തിൽ സംസാരം മൂലം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക, പിണക്കങ്ങൾ ഉണ്ടാകുക, നിങ്ങൾക്കൊരു ബഹുമാനം കിട്ടാതെ വരും. ഇങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു കാലഘട്ടമായിരിക്കും ഈ വിഷുവിന് മുമ്പ് വരെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്നത്. എന്നാൽ അതെല്ലാം മാറി നല്ല രീതിയിൽ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കുടുംബത്തിൽ നിങ്ങളെ അംഗീകരിക്കും, നിങ്ങൾക്ക് ബഹുമാനം ലഭിക്കും, സന്തോഷമായി ജീവിക്കുവാൻ സാധിക്കും. എല്ലാ മേഖലയിലും, അത് കുടുംബത്തിലെ ബന്ധുക്കളുടെ ഇടയിലെല്ലാം നിങ്ങൾക്ക് ഒരുപാട് വിലയെല്ലാം കിട്ടുന്ന ഒരു വർഷം തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ സംസാരം വളരെയധികം സൂക്ഷിക്കുക. എതിരെ നിൽക്കുന്ന വ്യക്തി ആരാണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മറുപടികൾ പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും. കാരണം സംസാരം മൂലം ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നൊരു സമയം തന്നെയാണ്. എന്നാൽ കുടുംബത്തിലുണ്ടാകുന്ന സന്തോഷവും സമാധാനവും നിങ്ങളുടെ ബന്ധുക്കളുടെ സഹായവും എല്ലാം ലഭിക്കുന്ന നല്ലൊരു വർഷം തന്നെയായിരിക്കും. നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് എന്ത് സഹായങ്ങളും കുടുംബത്തിലെ ബന്ധുക്കളിൽ നിന്നും അല്ലെങ്കിൽ കുടുംബക്കാരിൽ നിന്നും ലഭിക്കുവാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവർ അംഗീകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. ജോലിയിലൊരു ഉന്നതിയെല്ലാം കാണുന്നുണ്ട്. വിദേശ ജോലിക്ക് പോകാൻ സാധ്യത കാണുന്നുണ്ട്. കൂടാതെ ഇങ്ങനെ പല മേഖലയിൽ പല രീതിയിൽ സന്തോഷവും സമാധാനവും സാമ്പത്തിക നേട്ടവും എല്ലാം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. ഈ ഒരു വർഷകാലഘട്ടം മംഗളകരമായി മുന്നോട്ട് പോകുവാൻ വേണ്ടി നിങ്ങൾ മുരുകസ്വാമിയെ പ്രാർത്ഥിക്കുക, ഭഗവാന് ക്ഷേത്ര ദർശനം നടത്തുക, വഴിപാടുകളും പുഷ്പാഞ്ജലിയെല്ലാം കഴിപ്പിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതാണ്. നിങ്ങളിതെല്ലാം ചെയ്തിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ സന്തോഷകരമായ കുടുംബജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ സംസാരം പ്രശ്നമാകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിച്ച് ദശാപഹാരം ഒന്ന് മനസ്സിലാക്കി അതിനെ പരിഹാരവും കൂടി ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. എന്നാലും ജാതക സംബന്ധമായ സംശയങ്ങൾ അറിയുന്നതിന് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു. തിരുവാതിര നക്ഷത്രക്കാരുടെ വിഷുഫലം. തിരുവാതിര നക്ഷത്രക്കാർ ഈ ഒരു വർഷകാലഘട്ടം വളരെ അധികം, അതായത് വളരെ കൂടുതലായി ആരോഗ്യം ശ്രദ്ധിക്കുന്ന വ്യക്തികളായിരിക്കും. അതിനുവേണ്ടി ധനം ചിലവാക്കുക, സമയം അതിനുവേണ്ടി കണ്ടെത്തുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കും. ഇതിൽ കൂടുതലും നിങ്ങൾ ആണുങ്ങളാണ്, അതായത് പുരുഷന്മാരാണ് ആയ വ്യക്തികൾ വളരെ കൂടുതൽ എക്സസൈസ് ചെയ്യുകയും ഡയറ്റ് ചെയ്യുകയും ശരീരം
അതായത് വണ്ണം വയ്ക്കാതെ കാത്ത് സംരക്ഷിക്കുക, ആരോഗ്യപരമായിട്ട് നോക്കുക, നിങ്ങൾക്ക് മദ്യപാനപരമായ ടെൻഡൻസിയോ അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അതെല്ലാം ഉപേക്ഷിക്കുവാനും നല്ല രീതിയിൽ ആരോഗ്യത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. സ്ത്രീകളായ വ്യക്തികളാണ് ഈ തിരുവാതിര നക്ഷത്രത്തിൽ ഉൾപ്പെട്ട് വരുന്ന വ്യക്തികളെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വർഷ കാലഘട്ടം സൗന്ദര്യങ്ങൾക്ക് വേണ്ടി, അതായത് സൗന്ദര്യ വർധനവിന് വേണ്ടി ഒരുപാട് ധനം ചെലവാക്കുക, സമയം അതിനുവേണ്ടി കണ്ടെത്തുക, അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെയുള്ള ഒരുപാട് ഗുണപരമായ കാര്യങ്ങൾ ഈ ഒരു വർഷം ജീവിതത്തിൽ വന്നു പോവുക തന്നെ ചെയ്യും. സാമ്പത്തിക ചിലവ് അധികം കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ്. ഒരു പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോവുക, ചിലവിൻ്റെ കാര്യത്തിലെല്ലാം ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കും, നല്ലതാണ്. വളരെ കുറച്ച് നിങ്ങളുടെ വരുമാനം മനസ്സിലാക്കി അതിനുള്ളിൽ നിൽക്കുന്ന രീതിയിൽ സാമ്പത്തികമെല്ലാം ചിലവാക്കി മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ഒരുപാട് നേട്ടങ്ങൾ ഈ ഒരു വർഷം കൈവരിക്കുവാൻ സാധിക്കും. സാമ്പത്തികപരമായിട്ടുള്ള നേട്ടം കൈവരിക്കുവാൻ വേണ്ടി നിങ്ങൾ ചിലവിൻ്റെ കാര്യത്തിൽ ഒന്ന് നിയന്ത്രണം വെച്ച് മുന്നോട്ട് പോയാൽ അതും സേവ് ചെയ്യാൻ സാധിക്കും. ജോലിയിൽ നേട്ടങ്ങളുണ്ടാകും, ബിസിനസ്സിൽ നേട്ടങ്ങളുണ്ടാകും, കൂടാതെ വിദ്യാഭ്യാസപരമായ നേട്ടങ്ങളുണ്ടാകും, കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനപരമായി മുന്നോട്ട് പോകാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ പറയുന്ന ഗുണഫലങ്ങൾ ഒന്നും ജീവിതത്തിൽ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വർഷ കാലഘട്ടം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാന് പൂജയും പുഷ്പാഞ്ജലികളും വഴിപാടും നടത്തി മുന്നോട്ട് പോവുക. ഇങ്ങനെ ചെയ്തിട്ടും നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള അനുഭവം, അതായത് ദോഷപരമായ അനുഭവങ്ങളാണ് വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കാം. ജാതകം പരിശോധിച്ചതിന് ശേഷം അതിലെ ദക്ഷിണാപഹാരം കൃത്യമായി മനസ്സിലാക്കി അതിൻ്റെ പരിഹാരം കൂടി ചെയ്ത് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ജാതക സംബന്ധമായ സംശയങ്ങൾ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നു എന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും. പുണർദം നക്ഷത്രക്കാരുടെ വിഷുഫലം. ഈ ഒരു വർഷക്കാലഘട്ടം പുണർദം നക്ഷത്രക്കാർ ധൈര്യം വളരെ കൂടുതലായി കാണുന്ന വ്യക്തികളായിരിക്കും. ഇവരുടെ എടുത്തുചാട്ടം മൂലം, അതായത് തന്നാൽ സാധിക്കും എന്ന് കരുതി പല കാര്യങ്ങളും എടുത്തുചാടി ചെയ്യുന്നത് മൂലം ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. എന്ത് കാര്യത്തിനിറങ്ങുമ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി ചിന്തിച്ച് ആലോചിച്ച് പ്രവർത്തിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. എന്നിരുന്നാലും നിങ്ങളുടെ ഈ പ്രവൃത്തി മൂലം മറ്റുള്ളവർക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഗുണപരമായ കാര്യങ്ങൾ അവർക്ക് നേടുവാൻ സാധിക്കുകയും നിങ്ങൾക്കൊരുപാട് അംഗീകാരങ്ങളും ബഹുമാനങ്ങളും, അതായത് ജോലി സംബന്ധമായ നേട്ടങ്ങളും ഉണ്ടാകുക തന്നെ ചെയ്യും. നിങ്ങളുടെ ഈ സ്വഭാവം മൂലം മറ്റുള്ളവരുടെ പല കാര്യങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുക, അല്ലെങ്കിൽ അവർക്കത് കഴിയാത്ത കാര്യം നിങ്ങളത് സാധിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കൂടെ നിൽക്കുന്ന ധൈര്യം കൊണ്ട് അവരത് നേടിയെടുക്കുക. ഇങ്ങനെയൊക്കെ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾ മുഖാന്തരം മറ്റുള്ളവർക്കും നിങ്ങളുടെ കുടുംബക്കാർക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ലഭിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. വിദ്യാഭ്യാസപരമായി നല്ലൊരു നേട്ടം കാഴ്ചവെക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. വിദ്യാർത്ഥികൾ മുൻ കാലഘട്ടങ്ങളിൽ വിദ്യാഭ്യാസപരമായി പുറകിലോട്ട് നിന്നു, അവർക്ക് വിജയിക്കുവാൻ സാധിച്ചില്ല, പഠിക്കുന്നത് മനസ്സിലാകുന്നില്ല, ഇങ്ങനെയൊക്കെ ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മാറുവാൻ സാധിക്കുന്ന, അതായത് നിങ്ങളുടെ സമയം നന്നായി വരുന്ന, തെളിഞ്ഞു വരുന്ന ഒരു സമയം തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു വിഷു കാലഘട്ടം. ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ആത്മാർത്ഥമായി പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു വിജയം കൈവരിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് PSC എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, അതായത് മത്സര പരീക്ഷകൾ പങ്കെടുക്കുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ടും അതിനെ പഠിക്കുകയും അതിൽ വർക്ക് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർ പറയുന്ന പോലെ താൻ പാതി ദൈവം പാതി, ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള, അതായത് നമ്മുടെ സമയം തെളിഞ്ഞു നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്ത്, ഈ ഒരു വർഷക്കാലഘട്ടത്ത് നമ്മളും കൂടി ഒന്ന് പഠിച്ച് മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും ഒരു ജോലി ലഭിക്കുവാനും അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായി മുന്നേറുവാനും ടെസ്റ്റുകളിൽ പാസ്സാവാനും എല്ലാം സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. ആത്മാർത്ഥമായി വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും. ജോലി സംബന്ധമായി നേട്ടമുണ്ടാകാൻ സാധിക്കുന്നു, ബിസിനസ് സംബന്ധമായി നേട്ടമുണ്ടാകാൻ സാധിക്കുന്നു, കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും എല്ലാം കൈവരിക്കുവാൻ സാധിക്കുന്ന മനോഹരമായ ഒരു വർഷം തന്നെയായിരിക്കും ഈ നക്ഷത്രക്കാർക്ക്, ഈ പുണർദം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലഘട്ടത്ത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ സന്തോഷകരമായ ഈ ഗുണഫലങ്ങൾ ജീവിതത്തിൽ വരുവാൻ വേണ്ടി നിങ്ങൾ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ആരാധിക്കുകയും എല്ലാം ചെയ്യുന്നത് നല്ലത് തന്നെയായിരിക്കും. ഇതെല്ലാം ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഗുണപരമായ അനുഭവങ്ങൾ, ഈ വിഷുഫലത്തിൽ പറഞ്ഞു വരുന്ന പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ വരുന്നില്ല, അതെല്ലാം ദോഷപരമായിട്ടാണ് ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജാതകം ഒന്ന് വ്യക്തമായി
പരിശോധിക്കുകയും ഇപ്പോഴത്തെ ദശാപഹാരം മനസ്സിലാക്കുകയും അതിൻ്റെ പരിഹാരങ്ങളും കൂടി ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. കാരണം ഇതൊരു പൊതുഫലമാണ്. ചാരവശമുള്ള ഫലം എല്ലാവർക്കും പൂർണ്ണമായും നടക്കണമെന്നില്ല. നിങ്ങളുടെ സമയദോഷമുണ്ടെങ്കിൽ അതിൻ്റെയും കൂടി പരിഹാരം ചെയ്തു പോയാൽ ഇതിൽ പറയുന്ന എല്ലാ ഗുണഫലങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നു എന്നുണ്ടെങ്കിൽ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കൂടാതെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്കും താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുന്നതും നിങ്ങൾക്കതൊരു ഗുണപരമായ മറുപടി ലഭിക്കുക തന്നെ ചെയ്യും. പൂയം നക്ഷത്രക്കാരുടെ വിഷുഫലം. ഈ ഒരു വർഷക്കാലഘട്ടം പൂയം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ സഹോദരനിൽ നിന്നും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന സമയമാണ്. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം മാറുകയും സഹോദരങ്ങളുമായി സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അവിടെ നിന്നുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാകുവാൻ സാധിക്കും. കൂടാതെ വസ്തു സംബന്ധം അല്ലെങ്കിൽ സ്വത്ത് സംബന്ധമായ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു, സാമ്പത്തികമായ വിഷയങ്ങളിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം മാറുകയും കുടുംബപരമായി അല്ലെങ്കിൽ സഹോദരനുമായെല്ലാം സന്തോഷകരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സഹോദരനിൽ നിന്നുള്ള സാമ്പത്തിക നേട്ടമുണ്ടാകും. കൂടാതെ ജോലി സംബന്ധമായി അത് ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ സഹോദരനെ കൂടി ഉൾപ്പെടുത്തി ബിസിനസ്സിൽ വളരെ വിപുലീകരിക്കുകയും അല്ലെങ്കിൽ പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങുകയും അല്ലെങ്കിൽ ആ ഒരു ജോലിയിലും ആയാലും ശരി നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സഹായം ഉണ്ടാകുകയും അത് മുഖാന്തരം നേട്ടങ്ങൾ ഉണ്ടാകും. എല്ലാം ചെയ്യുന്ന നല്ലൊരു വർഷം തന്നെയായിരിക്കും. കൂടാതെ കുടുംബത്തിൽ നിങ്ങളുടെ മാതാവിൽ നിന്നുള്ള ഒരു സഹായവും അവരുടെ അംഗീകാരവും സ്നേഹവും എല്ലാം ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ്. അവിടെ നിന്നുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാകാൻ സാധിക്കുന്നു. മാതാവിൻ്റെ നിന്നുള്ള ആദായം, അതായത് സ്വത്ത് സംബന്ധമായ വിഷയങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം മാറി നിങ്ങൾക്ക് തന്നെ ലഭിക്കുവാനും സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒരു പരാക്രമശീലം, എടുത്തുചാടിയുള്ള സംസാരമെല്ലാം കുറച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നിങ്ങൾ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷക്കാലഘട്ടം നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ, അംഗീകാരങ്ങൾ, അവസരങ്ങൾ, ധനലാഭങ്ങൾ, ജോലിയിൽ മുൻഗണന, ഇങ്ങനെയെല്ലാം ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷം തന്നെയാണ് ഈ ഒരു വിഷു കാലഘട്ടം. ഈ ഒരു വർഷക്കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അതായത് പൂയം നക്ഷത്രക്കാർക്ക് നിങ്ങൾ വിവാഹത്തിന്, അതായത് വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ വന്നുകൊണ്ടിരുന്നു, അത് നടക്കാതെ വരുന്നു, അല്ലെങ്കിൽ അതിലൊരുപാട് മുടക്കങ്ങൾ വരുന്നു, ഇങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം മാറുകയും അതിലെല്ലാം നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ വരിക, അല്ലെങ്കിൽ വിവാഹത്തിന് അടുപ്പിച്ച് അതായത് വിവാഹം നടക്കുകയോ അല്ലെങ്കിൽ അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുവാനോ എല്ലാം സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. എന്നിരുന്നാലും ഈ ഒരു ഗുണഫലങ്ങൾ ജീവിതത്തിൽ വരുന്നില്ല, ഇതെല്ലാം നെഗറ്റീവായിട്ടാണ് വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് തന്നെ മുരുകസ്വാമിയെ പ്രാർത്ഥിക്കുക, പൂജിക്കുക, ഭഗവാനെ അഭിഷേകങ്ങൾ നടത്തുക, വഴിപാട് നടത്തുക, ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക, ഇങ്ങനെയെല്ലാം ചെയ്ത് മുന്നോട്ട് പോയാൽ വളരെ നല്ലതായിരിക്കും. ഇതെല്ലാം ചെയ്ത് മുന്നോട്ട് പോയിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുന്നില്ല, ഈ പറയുന്ന വിഷുഫലം ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് വ്യക്തമായി പരിശോധിക്കുക. ഇപ്പോഴത്തെ ദശാപഹാരം മനസ്സിലാക്കി അതിനു കൂടി പരിഹാരം ചെയ്തു പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നിങ്ങൾക്ക് ജാതക സംബന്ധമായ സംശയങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ പുതിയ കാര്യങ്ങൾ അറിയുന്നതിനും നിങ്ങളിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും നല്ലതായിരിക്കും. ആയില്യം നക്ഷത്രക്കാരുടെ വിഷുഫലം. ഈ ഒരു വർഷക്കാലഘട്ടം ആയില്യം നക്ഷത്രക്കാർക്ക് നിങ്ങൾ നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലി സംബന്ധമായി ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന വർഷം തന്നെയാണ്. നിങ്ങൾ ഡെയിലി വേക്കൻസി ആയിട്ട് ജോലി ചെയ്യുക, അതായത് നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും പ്രൈവറ്റ് മേഖലയിൽ ജോലി ഉണ്ടാകുക, അത് മുഖാന്തരം ധനലാഭം ഉണ്ടാകുക, ആ ധനം സേവ് ചെയ്യുവാൻ സാധിക്കുക, നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് നടപ്പിലാക്കുവാനും അതിൽ നിന്നും ഒരുപാട് സന്തോഷകരമായ ജീവിതം നയിക്കുവാനും കഴിയുന്ന ഒരു വർഷം തന്നെയാണ്. കൂടാതെ നിങ്ങൾ കാർഷിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ ആദായം അതിൽ നിന്നും ലഭിക്കുകയും കൃഷിയിൽ എല്ലാം നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുകയും നിങ്ങൾക്ക് നല്ല വരുമാനം ഉണ്ടാകുകയും അതിൽ സന്തോഷം കൈവരിക്കുവാനും സാധിക്കും. കൂടാതെ കൃഷി മേഖലയിൽ, അതായത് അങ്ങനത്തെ ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ, ചെറിയ രീതിയിൽ കച്ചവടം ചെയ്യുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുകയും അതിൽ നിന്നും ഒരുപാട് ലാഭങ്ങൾ ഉണ്ടാകുകയും സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. നിങ്ങൾക്ക് ഈ ഒരു വർഷക്കാലഘട്ടം ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് വസ്തു സംബന്ധമായ കാര്യങ്ങൾ നേട്ടമുണ്ട്. അതായത് നിങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് വാങ്ങുവാനും, അല്ലെങ്കിൽ നിങ്ങളുടെ വസ്തു വിൽക്കുവാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നു, വിൽപ്പന നിങ്ങൾ ഉദ്ദേശിച്ച വിലയ്ക്ക് നടക്കുവാനും എല്ലാം സാധ്യതയുണ്ട്.
കൂടാതെ വീട് വയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീട് വയ്ക്കുവാൻ, അല്ലെങ്കിൽ വീട് വച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് അത് പൂർത്തീകരിക്കുവാൻ സാധിക്കും, അല്ലെങ്കിൽ വീടിന് വേണ്ടിയുള്ള പ്ലാനിങ് തയ്യാറാക്കുവാൻ സാധിക്കും. അതുപോലെ നിങ്ങൾ താമസിക്കുന്ന വീട് വിട്ട് മാറി മറ്റൊരു നല്ലൊരു സൗകര്യത്തോടു കൂടി വീട്ടിലോട്ടൊക്കെ പോകുവാനെല്ലാം സാധിക്കുന്ന വളരെയധികം ഗുണപരമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷം തന്നെയാണ് ഈ ഒരു വർഷകാലഘട്ടം. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ പറഞ്ഞ ഗുണഫലങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ഭഗവാന്റെ നാമം ജപിക്കുകയും എല്ലാം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നിങ്ങൾക്ക് ജ്യോതിഷ സംബന്ധമായി എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുന്നത് അതിനുള്ള മറുപടി ലഭിക്കുക തന്നെ ചെയ്യും. നമസ്കാരം. മകം നക്ഷത്രക്കാരുടെ ഈ ഒരു വർഷത്തെ വിഷുഫലം. മകം നക്ഷത്രക്കാർക്ക് പൂർവ്വജന്മ സുഹൃതം പോലെ ഒരുപാട് ഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷം തന്നെയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ നേട്ടങ്ങളും അംഗീകാരങ്ങളും അവസരങ്ങളും ഒരുപാട് ബഹുമാനവും എല്ലാം നേടുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ് ഈ ഒരു വർഷക്കാലഘട്ടം. നിങ്ങൾക്ക് സന്താനങ്ങളെ കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. സന്താനങ്ങളുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾ, അതായത് ജോലി നടക്കുന്നില്ല, അതിൽ നിങ്ങൾ മനോവിഷമമായിട്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് ജോലിയെല്ലാം ലഭിക്കുകയും അതിൽ നിന്നും ഒരുപാട് നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുകയും ചെയ്യും. കൂടാതെ നിങ്ങളുടെ സന്താനങ്ങൾ വിദ്യാഭ്യാസപരമായി പുറകിലോട്ടാണ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസകരമായ കാര്യങ്ങളിൽ അവർക്ക് പുരോഗതി ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ വിഷമിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാകുകയും അതിലെല്ലാം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന സമയമാണ്. സന്താനങ്ങളുടെ ജോലിയിൽ നിന്നുള്ള വരുമാനം നിങ്ങൾ കാണുകയും അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കുകയും അതിൽ നിങ്ങൾക്ക് ഒരുപാട് ആനന്ദം ഉണ്ടാകുകയും എല്ലാം ചെയ്യുന്ന നല്ലൊരു വർഷം തന്നെയായിരിക്കും ഈ ഒരു വർഷക്കാലഘട്ടം. മാനസികപരമായിട്ട് ഒരുപാട് നേട്ടം, അതായത് ഒരുപാട് സന്തോഷം കൊണ്ട് അതായത് ആഗ്രഹിച്ചത് എന്തും നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. നിങ്ങൾ മുൻകാലങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ മോഹിച്ചു, അല്ലെങ്കിൽ അത് നേടിയെടുക്കുവാൻ സാധിച്ചില്ല, അതിൽ ഒരുപാട് വിഷമിച്ചിരുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ അതെല്ലാം ഈ ഒരു വർഷത്ത് സക്സസ് ആകുക തന്നെ ചെയ്യും. അത് കൂടാതെ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൈവരിക്കുവാൻ സാധിക്കും. പ്രണയിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രണയപരമായി കൂടുതൽ ഗുണപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുകയും നിങ്ങൾ ഉദ്ദേശിച്ച, അതായത് നിങ്ങൾ മനസ്സിൽ കണ്ട ആ ഒരു വ്യക്തിയുമായിട്ടുള്ള കുടുംബജീവിതം അല്ലെങ്കിൽ പ്രണയജീവിതം സന്തോഷകരമായി മുന്നേറുവാനും എല്ലാം സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. ഈ ഒരു വർഷകാലഘട്ടം നിങ്ങൾ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക, പൂജിക്കുകയും അവരുടെ അമ്പലങ്ങളിൽ പോയി വഴിപാട് കഴിപ്പിക്കുക എല്ലാം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഗുണപരമായ ഈ വിഷുഫലത്തിൽ പറഞ്ഞ ഒരുപാട് ഭാഗ്യങ്ങൾ ഒന്നും ജീവിതത്തിൽ നേടുന്നില്ല, അല്ലെങ്കിൽ വന്നു ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം വ്യക്തമായി ഒന്ന് പരിശോധിക്കുക. ഇപ്പോഴത്തെ ദിശാപഹാരം മനസ്സിലാക്കി അതിനുള്ള പരിഹാരം കൂടി ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും. ഈ പറയുന്ന ഒരു പൊതുഫലമാണ്. ഈ പൊതുഫലത്തിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഗുണഫലങ്ങൾ ജീവിതത്തിൽ വരുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സമയം കൂടി ഒന്ന് പരിശോധിച്ച് അതിൻ്റെ പരിഹാരം കൂടി ചെയ്തു പോയാൽ ഈ പറഞ്ഞ ഗുണഫലങ്ങളെല്ലാം ജീവിതത്തിൽ ഗുണപരമായി നല്ല അനുഭവങ്ങളായി ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും. ജാതക സംബന്ധമായ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കിടന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ അതിൻ്റെ മറുപടി ലഭിക്കുക തന്നെ ചെയ്യും. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. പൂരം നക്ഷത്രക്കാരുടെ വിഷുഫലം. പൂരം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിൽ നിങ്ങൾ മുൻകാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് പരാജയം സംഭവിച്ചതെല്ലാം തിരുത്തുവാനും വിജയത്തിലോട്ട് എത്തിച്ചേരുവാനും നിങ്ങൾക്കൊരുപാട് അംഗീകാരങ്ങൾ ലഭിക്കുവാനും സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. മുൻകാലഘട്ടങ്ങളിൽ സാമ്പത്തികപരമായി നിങ്ങൾ ഒരുപാട് പുറകിലായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഈ ഒരു വർഷം സാധിക്കും. കൂടാതെ നിങ്ങളുടെ മേൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചു എന്ന് പറഞ്ഞ് ആരെങ്കിലും നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും ഒരു അനാവശ്യമായി വാർത്തകൾ പറയുകയോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു നടക്കുകയോ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ, എല്ലാ വ്യക്തികൾക്കുമല്ല, ഏതെങ്കിലും ഒരു വ്യക്തികൾക്ക്, പൂരം നക്ഷത്രത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തികൾക്ക് ഇങ്ങനെ സംഭവിച്ചു എന്നുണ്ടെങ്കിൽ ആ വ്യക്തികൾക്ക് അതെല്ലാം മാറി നിങ്ങളെ കുറ്റം പറഞ്ഞ വ്യക്തികൾ തന്നെ, നിങ്ങൾ കുറ്റം പറഞ്ഞ് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെ നിങ്ങളെക്കുറിച്ച് പുകഴ്ത്തി പറയുന്ന ഒരു വർഷമാണ് ഈ ഒരു വർഷക്കാലഘട്ടം. വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകുക. നിങ്ങളുടെ പേരിലുണ്ടാകുന്ന ആരോപണങ്ങളെല്ലാം മാറുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും
കേസുകളുണ്ടായിരുന്നു, വഴക്കുകളുണ്ടായിരുന്നു, അതെല്ലാം മാറുകയും പ്രശ്നം സോൾവ് ആവുകയും നിങ്ങളുടെ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു സമയം തന്നെയാണ്. എന്ത് കാര്യത്തിനിറങ്ങിയാലും നിങ്ങൾക്ക് തടസ്സമായിരുന്നു, അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല, അങ്ങനത്തെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന വ്യക്തികളായിരുന്നു മുൻ കാലഘട്ടങ്ങൾ. എന്നാൽ ഈ ഒരു വർഷം പൂരം നക്ഷത്രക്കാർക്ക് നിങ്ങൾ ഇറങ്ങുന്ന എല്ലാ കാര്യവും അതിൻ്റെ അന്തിമ വിജയത്തിലെത്തുകയും വിജയം നിങ്ങൾക്ക് തന്നെ ഉറപ്പാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സമയം തന്നെയാണ്. ആത്മാർത്ഥമായും നിങ്ങൾ ചെയ്യുന്ന മേഖലയിൽ സത്യസന്ധമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം വിജയം കൈവരിക്കുവാൻ സാധിക്കും. നിങ്ങൾക്കുണ്ടായിരുന്ന അപവാദങ്ങളും അപമാനങ്ങളും എല്ലാം മാറുകയും നിങ്ങൾക്ക് നല്ല രീതിയിൽ ആത്മാഭിമാനത്തോടു കൂടി സന്തോഷകരമായ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുന്ന വർഷം തന്നെയാണ്. ജോലിയിൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കുവാൻ പറ്റുന്ന ഒരു വർഷം തന്നെയായിരിക്കും. സാമ്പത്തിക നേട്ടമുണ്ടാകുന്നു, കുടുംബജീവിതത്തിൽ സന്തോഷകരമായി ജീവിക്കുവാൻ സാധിക്കുന്നു, വിദ്യാഭ്യാസപരമായ നേട്ടമുണ്ടെന്ന്, ഇങ്ങനെ പല പല മേഖലയിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് നേട്ടം വരുന്നില്ല, ഈ പറഞ്ഞ ഫലങ്ങൾ വിപരീതമായിട്ടാണ് സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ ഗണപതി ഭഗവാനെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. ഗണപതിനെ പ്രാർത്ഥിക്കുക, പൂജിക്കുക, വഴിപാടുകൾ നടത്തുക, ക്ഷേത്ര ദർശനം നടത്തില്ല മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ ചെയ്തിട്ടും നിങ്ങൾക്ക് നേരെ പോകാൻ പറ്റുന്നില്ല, തടസ്സങ്ങൾ വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുകയും ഇപ്പോഴത്തെ ദിശാപകാരം മനസ്സിലാക്കുകയും അതിൻ്റെ പരിഹാരവും കൂടി ചെയ്തു പോകുന്നത് നല്ലതായിരിക്കും. കാരണം ഇതൊരു പൊതുഫലമാണ്. ഈ ചാരവശാലുള്ള ഫലം ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നില്ലെങ്കിൽ നിങ്ങളുടെ സമയം മോശമായിരിക്കും. ആ സമയം കൂടി പരിഹരിച്ച് അതിൻ്റെ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോകുന്നതും വളരെ നല്ലത് തന്നെയായിരിക്കും. നമസ്കാരം. ഉത്തരം നക്ഷത്രക്കാരുടെ വിഷുഫലം. ഉത്തരം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലഘട്ടം ശത്രുക്കളെ മിത്രങ്ങളാക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. നിങ്ങളുടെ കൂടെ ശത്രുക്കളായിരുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ നിങ്ങളോട് ശത്രുത ഉണ്ടായിരുന്നവർ, നിങ്ങളോട് അസൂയുള്ള വ്യക്തികൾ, ഇവരെല്ലാവരും ഇതെല്ലാം മാറ്റിവെക്കുകയും നിങ്ങളോട് സ്നേഹത്തോടു കൂടി നിങ്ങളുടെ അരികിൽ വരുന്നതും നിങ്ങൾക്ക് തന്നെ കാണുവാൻ സാധിക്കും. ഈ ഒരു വർഷകാലഘട്ടം നിങ്ങൾക്കുണ്ടാകുന്ന ശത്രുതയെല്ലാം മാറുകയും നിങ്ങൾക്ക് ജീവിതം സന്തോഷകരമായി, ആനന്ദകരമായി, മനോഹരമായ ജീവിതം കാഴ്ചവെക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. ആരോഗ്യപരമായി മുൻകാലങ്ങളിൽ നിങ്ങൾക്കുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് വളരെ നാളുകളായി ഒരു വലിയൊരു അസുഖം ഉണ്ടായിരുന്നു, അതിന് മാറുന്നില്ല, അത് വളരെ ബുദ്ധിമുട്ടായിട്ട് പോയിക്കൊണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ ആ അസുഖം പൂർണ്ണമായി മാറും എന്ന് പറയുന്നില്ല. എന്നാൽ അതിൽ നിന്നും നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകും. ഒരു 50% അത് കുറയുകയും കൂടാതെ അതിൽ നിന്നും നിങ്ങൾക്ക് വേദന അനുഭവിച്ചിരുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ വേദന കുറയുന്നു, അല്ലെങ്കിൽ രോഗം മൂലം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന വ്യക്തികളാണ്. ആ ബുദ്ധിമുട്ടിലെല്ലാം ഒരു മാറ്റം വരികയും നല്ല രീതിയിൽ ഒരു അസുഖത്തിന് ഒരു മാറ്റം ഉണ്ടാകുകയും സുഖം പ്രാപിച്ച് വരുന്നത് തന്നെ നമുക്ക് തൊട്ടറിയാതെ കണ്ടറിയുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. നല്ലൊരു സമയം തന്നെയാണ്. നിങ്ങൾക്ക് ഉത്തരം നക്ഷത്രക്കാർ എന്ത് കാര്യത്തിനിറങ്ങിയാലും ഇവിടെ വിജയം കൈവരിക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടൊക്കെ നല്ല രീതിയിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും. സാമ്പത്തികം സേവ് ചെയ്യുവാൻ സാധിക്കും. വസ്തു വാങ്ങുവാനോ വീട് വയ്ക്കുവാൻ, വാഹനം വാങ്ങുവാൻ, ഇതിനെല്ലാം കഴിയുന്ന മനോഹരമായ ഒരു വർഷം തന്നെയാണ്. വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പോയി ജോലി ചെയ്യുക, അല്ലെങ്കിൽ അവിടെ വിദ്യാഭ്യാസം നടത്തുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. ഇങ്ങനെ പല പല മേഖലയിൽ നിങ്ങൾക്ക് നേട്ടങ്ങളും അംഗീകാരങ്ങളും അവസരങ്ങളും ധനലാഭവും ധനം നിങ്ങൾക്ക് സ്വരൂപിച്ച് വയ്ക്കുവാനും എല്ലാം സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. ഈ ഒരു വർഷകാലഘട്ടം നിങ്ങൾ നാഗദൈവങ്ങളെ, സർപ്പദൈവങ്ങളെ പ്രാർത്ഥിക്കുക, പൂജിക്കുക, വഴിപാട് നടത്തുക, ഇതെല്ലാം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. എന്നിരുന്നാലും ഇങ്ങനത്തെ അനുഭവങ്ങൾ, ഇത്രയും വിഷുഫലത്തിലെ ഈ ഒരു ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വരുന്നില്ല, ദോഷഫലങ്ങളാണ് കൂടുതൽ വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ഇപ്പോഴത്തെ ദശാപകാരം മനസ്സിലാക്കി അതിൻ്റെ പരിഹാരവും കൂടി ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. എന്നാൽ ആ പരിഹാരമെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴേക്കും നിങ്ങൾക്കുണ്ടാകുന്ന ഈ വിഷുഫലത്തിൽ പറയുന്ന ഗുണഫലങ്ങൾ വളരെ കൂടുതൽ ഇരട്ടിയായി ജീവിതത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും ജാതക സംബന്ധമായ സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക, മറുപടി ലഭിക്കുക തന്നെ ചെയ്യും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അത്തം നക്ഷത്രക്കാരുടെ വിഷുഫലം. അത്തം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിൽ നിങ്ങളുടെ പ്രണയം സാക്ഷാത്കാരത്തിലെത്തിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ പ്രണയം വിജയത്തിലെത്തുവാനും വിവാഹത്തിലെത്തുവാനും സന്തോഷകരമായൊരു ജീവിതം നയിക്കുവാനും എല്ലാം സാധിക്കും. നിങ്ങൾ കുടുംബജീവിതത്തിൽ മുൻകാലഘട്ടങ്ങളിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറുകയും സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അത്തം നക്ഷത്രത്തിൽപ്പെട്ട
ദമ്പതിമാർ, അതായത് ഭാര്യയാകാം ഭർത്താവാം, ഇവർ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസത്തിൽ പിരിഞ്ഞ് താമസിക്കുന്നു, അകന്ന് താമസിക്കുന്നു, അല്ലെങ്കിൽ പരസ്പരം പിണക്കത്തിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സംസാരം ഒന്ന് നിയന്ത്രിക്കൂ. അതായത് നിങ്ങളുടെ നാവിൽ നിന്ന് വരുന്ന ചില വാക്കുകൾ കൊണ്ട് മാത്രമാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സംസാരം നിയന്ത്രിച്ച് സ്നേഹത്തോടു കൂടി സംസാരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുടുംബജീവിതത്തിൽ വളരെ സന്തോഷകരമായി ഈ ഒരു വർഷം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പിരിയുമെന്ന് കരുതിയിരിക്കുന്ന പല കുടുംബജീവിതങ്ങളും സന്തോഷകരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലക്ഷ്മി ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ദേവിയുടെ നാമങ്ങൾ ജപിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ദേവിയുടെ അനുഗ്രഹത്തോടു കൂടി നിങ്ങൾക്ക് ഈ ഒരു വർഷക്കാലഘട്ടം കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക തന്നെ ചെയ്യും. കൂടാതെ സാമ്പത്തികപരമായി നിങ്ങൾക്ക് നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. ജോലി സംബന്ധമായിട്ട് ജോലി ഇല്ലാതെ വിഷമിച്ചിരുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. ബിസിനസ്സിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. കുടുംബജീവിതത്തിൽ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കും. വീട് മാറി താമസിക്കുവാനുള്ള യോഗങ്ങളെല്ലാം കാണുന്നുണ്ട്. കൂടാതെ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് നേട്ടങ്ങൾ വരുന്നുണ്ട്. നിങ്ങളുടെ പ്രണയ ജീവിതം സക്സസ് ആകുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ ഈ ഒരു വർഷം നിങ്ങളെ തേടി എത്തുക തന്നെ ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് ഈ അനുഭവങ്ങൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഗുണപരമായ അനുഭവങ്ങൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. കാരണം ഇതൊരു ചാരവശാലുള്ള പൊതുഫലമായതിനാൽ നിങ്ങളുടെ ജാതകത്തിൽ എന്തെങ്കിലും ദോഷമുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ദശാപഹാരം മനസ്സിലാക്കി അതിൻ്റെയും കൂടി ചെറിയ രീതിയിലുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ ആ തടസ്സങ്ങളും മാറി ഈ വിഷുഫലത്തിൽ പറഞ്ഞ എല്ലാ ഗുണഫലങ്ങളും ജീവിതത്തിൽ വന്ന് സന്തോഷകരമായ ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കും. ജാതക സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. കൂടാതെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ചിത്തിര നക്ഷത്രക്കാരുടെ വിഷുഫലം. ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലഘട്ടം ഇവർക്ക് വസ്തുവിൽ നിന്നുള്ള ഒരുപാട് ആദായങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്നു. അല്ലെങ്കിൽ വസ്തു സംബന്ധമായി ലാഭം ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. നിങ്ങളൊരു വസ്തു വാങ്ങണം അല്ലെങ്കിൽ അത് വിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാഭത്തോടു കൂടി വാങ്ങുവാനും ലാഭത്തോടു കൂടി വിൽക്കുവാനും സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. കൂടാതെ വാങ്ങുവാനുള്ള സാധ്യതയെല്ലാം വളരെ കൂടുതലായി കാണുന്നുണ്ട്. നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുന്നു, അത് വിൽക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷ കാലഘട്ടത്ത് ഒരുപാട് ലാഭത്തോടു കൂടി അത് വിൽക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ വീട് വയ്ക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. വീട് വെച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് പണി നടക്കാതെ തടസ്സപ്പെട്ട് നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ആ പണി പൂർത്തീകരിക്കുവാനും അതിൽ താമസം ഉറപ്പിക്കാനും എല്ലാം സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. അതായത് ദൂര സ്ഥലത്തോട്ട് യാത്ര ചെയ്യുവാനുള്ള സാധ്യത ഈ ഒരു സമയത്ത് വളരെ കൂടുതലായി കാണുന്നുണ്ട്. പുതിയ പുതിയ നാടുകളിലോട്ടോ അല്ലെങ്കിൽ പുതിയ പുതിയ സ്ഥലങ്ങളിലോട്ടോ പുതിയ വീട്ടിലോട്ടോ താമസം മാറുക, യാത്രകൾ പോവുക. എന്നാൽ ജോലി സംബന്ധമായിട്ടാണ് നിങ്ങൾ ഈ യാത്രകൾ നടത്തുന്നു എന്നുണ്ടെങ്കിൽ അത് ബിസിനസ്സിൻ്റെ ആവശ്യമായി അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നതിൻ്റെ ആവശ്യമായി പല പല മേലുദ്യോഗസ്ഥരെ കാണുവാൻ വേണ്ടിയൊക്കെയാണ് ഈ യാത്രകൾ നടത്തുന്നു എന്നുണ്ടെങ്കിൽ ഈ യാത്രയിലൂടെ നിങ്ങൾക്കൊരുപാട് നേട്ടങ്ങളുണ്ടാകും. നിങ്ങൾക്ക് അംഗീകാരങ്ങൾ ലഭിക്കും, സാമ്പത്തിക നേട്ടമുണ്ടാകും, നിങ്ങൾക്കൊരുപാട് അവസരങ്ങൾ ലഭിക്കും. നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു വർഷക്കാലഘട്ടം. ഈ ഒരു വർഷക്കാലഘട്ടം ചിത്തിര നക്ഷത്രക്കാർക്ക് ഒരുപാട് നേട്ടങ്ങൾ, അംഗീകാരങ്ങൾ, അവസരങ്ങൾ, സാമ്പത്തിക നേട്ടം, സാമ്പത്തിക പുരോഗതി, വീട്, വസ്തു, ഇതിൽ നിന്നുള്ള ലാഭങ്ങൾ, കുടുംബജീവിതത്തിലെ സന്തോഷം എന്നിങ്ങനെയുള്ള ഒരുപാട് ഗുണഫലങ്ങൾ നിങ്ങളെ തേടി വരുന്നൊരു സമയം തന്നെയാണ്. നിങ്ങൾ ഈ ഒരു സമയത്ത് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക, പൂജിക്കുക, ഭഗവാന് വഴിപാടുകളെല്ലാം നടത്തി മുന്നോട്ട് പോകുന്നത് നല്ലതാണ്. ഇതെല്ലാം ചെയ്തിട്ടും നിങ്ങൾക്ക് ഗുണപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക, ഇപ്പോഴത്തെ ദിശാപഹാരം മനസ്സിലാക്കി അതിൻ്റെ പരിഹാരങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ വിഷുഫലത്തിൽ പറയുന്ന എല്ലാ ഗുണപരമായ അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും. ജാതക സംബന്ധമായി എന്തെങ്കിലും സംശയമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നു എന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ചോതി നക്ഷത്രക്കാരുടെ വിഷുഫലം. ചോതി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലഘട്ടം സുഖഭോജനങ്ങൾ ലഭിക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ്. നിങ്ങൾ ആഗ്രഹിച്ച
ഭക്ഷണങ്ങൾ, നിങ്ങൾ ആഗ്രഹിച്ച ആഹാരം നിങ്ങൾക്ക് ലഭിക്കുകയും അതിലൊരുപാട് സന്തോഷം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു വർഷം തന്നെയായിരിക്കും ഈ ഒരു വർഷക്കാലഘട്ടം. കൂടാതെ നിങ്ങൾ ഹോട്ടൽ സംബന്ധമായ മേഖലയിൽ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. കൂടാതെ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ലാഭം ഉണ്ടാക്കുവാൻ സാധിക്കും. പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങുവാൻ സാധിക്കും. ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു വർഷമാണ്. കൂടാതെ ആ മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശമ്പള വർധന ഉണ്ടാവും. ജോലിയിൽ അതായത് ജോലി ഭാരം കുറയും. അവിടെ നിങ്ങൾക്ക് സന്തോഷകരമായി ആനന്ദത്തോടു കൂടി ജോലികൾ ചെയ്യുവാൻ സാധിക്കുന്ന വളരെ നല്ല ഒരു വർഷം തന്നെയായിരിക്കും ഈ ഒരു വർഷകാലഘട്ടം. ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന ദോഷങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ അത് മാറുവാൻ വേണ്ടി നിങ്ങൾ നമ്മുടെ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഭഗവാനെ പ്രാർത്ഥിക്കുക, പൂജിക്കുക, ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക, എല്ലാം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കൂടാതെ ബിസിനസ് സംബന്ധമായി, അതായത് ഹോട്ടൽ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ 100% സക്സസ് ആകുകയും ആ ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റെന്ത് ബിസിനസ് ആയാലും ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൂരസ്ഥലങ്ങളിൽ സഞ്ചരിക്കേണ്ടി വരും. അത് പല പല സാധനങ്ങൾ വാങ്ങുന്നതിനോ അല്ലെങ്കിൽ ബ്രാഞ്ചുകൾ തുടങ്ങുന്നതിനോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയോ അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ പല സ്ഥലങ്ങളിലും സഞ്ചരിക്കുകയും അതിൽ നിങ്ങൾക്ക് വിജയമുണ്ടാകുകയും അംഗീകാരങ്ങൾ ലഭിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു വർഷം തന്നെയായിരിക്കും ഈ ഒരു വർഷക്കാലഘട്ടം. ഈ ഒരു വർഷക്കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഗുണപരമായ അനുഭവങ്ങൾ, അതായത് സാമ്പത്തിക നേട്ടവും അംഗീകാരങ്ങളും അവസരങ്ങളും അല്ലെങ്കിൽ ഭൂമി ലാഭവും അത് വസ്തുവിൽ നിന്നുള്ള ലാഭം ഉണ്ടാകുക, കൂടാതെ പുതിയ വീട്ടിലോട്ട് താമസം മാറുക, പുതിയ വീട് വയ്ക്കുക, വീടിൻ്റെ മെയിൻ്റനൻസ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ജാതകത്തിൽ ഇപ്പോഴത്തെ ദശ അപഹാരം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പരിഹാരവും കൂടി ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നിങ്ങൾ ജാതക സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. വിശാഖം നക്ഷത്രക്കാരുടെ വിഷുഫലം. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലഘട്ടത്തിൽ ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുന്ന ഒരു വർഷം തന്നെയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം അനുഗ്രഹം നിങ്ങളെ തേടി വരുന്നു. ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നത് കൊണ്ട് മാത്രം പല പല അപകടങ്ങളിൽ നിന്നും നിങ്ങൾ ഒഴിവാകുകയും അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും പറ്റാതെ ഭഗവാൻ സംരക്ഷിക്കുകയും അത് മുഖാന്തരം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം മനസ്സിലുണ്ടാകുക, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുക, അംഗീകാരങ്ങൾ ഉണ്ടാകുക, പല പല അവസരങ്ങൾ നിങ്ങൾ തേടി വരിക, ഇങ്ങനെയുള്ള ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ്. നിങ്ങൾക്ക് വസ്ത്രലാഭം ഉണ്ടാകുന്നൊരു സമയം തന്നെയാണ്. ആഗ്രഹിച്ച വസ്ത്രം ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ആഭരണങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ മോഹിച്ച ആഭരണങ്ങളെല്ലാം വാങ്ങിക്കുവാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് ആഗ്രഹം സഫലീകരിക്കുവാൻ വേണ്ടിയുള്ള ഒരു വർഷം കൂടി തന്നെയാണ്. നിങ്ങൾ എന്താഗ്രഹിച്ചാലും അത് നേടിയെടുക്കുവാൻ ഈ ഒരു കാലഘട്ടം സാധിക്കും. ഭഗവാന്റെ അനുഗ്രഹം കൂടെ ഉള്ളതുകൊണ്ട് നിങ്ങൾ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഭഗവാനെ പ്രാർത്ഥിക്കുക, പൂജിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഗുണഫലങ്ങൾ ജീവിതത്തിൽ വരുന്നില്ല, ദോഷഫലങ്ങളാണ് സംഭവിക്കുന്നത്. എല്ലായിടങ്ങളും തടസ്സങ്ങളും നിരാശയുമാണ് ജീവിതത്തിൽ വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം പരിശോധിച്ച് ജാതകത്തിലെ ദശാപകാരം മനസ്സിലാക്കി അതിൻ്റെ പരിഹാരവും കൂടി ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ജാതക സംബന്ധമായ സംശയങ്ങൾക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കൂ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. അനിഴം നക്ഷത്രക്കാരുടെ വിഷുഫലം. അനിഴം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലഘട്ടം നിങ്ങളുടെ മടിയും അലസതയും മാറ്റി വച്ച് കഴിഞ്ഞാൽ നിങ്ങളിറങ്ങുന്ന എല്ലാ മേഖലയിലും നിങ്ങൾക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. കൂടാതെ നിങ്ങൾക്ക് വാഹന സംബന്ധമായും ഒരുപാട് നേട്ടങ്ങളും ലാഭങ്ങളും ലഭിക്കുന്ന സമയം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ മടി, അലസത ഇതെല്ലാം മാറ്റിവെക്കുക. എല്ലാ കാര്യവും വളരെ സ്മാർട്ടായിട്ട് ഇറങ്ങി പ്രവർത്തിച്ച് കഴിഞ്ഞാൽ ഇത് വിജയം കൈവരിക്കുവാൻ സാധിക്കും. എന്ത് കാര്യത്തിനിറങ്ങുമ്പോഴും ഗണപതി ഭഗവാനെ ദർശനം നടത്തുകയും ഭഗവാന്റെ നാളികേരം മുടക്കുകയും എല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതാണ്. കൂടാതെ വാഹന സംബന്ധമായി ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് നിത്യവും ജോലി ഉണ്ടാകുക, വരുമാനം ഉണ്ടാകുക, അത് സേവ് ചെയ്ത് വയ്ക്കുവാൻ സാധിക്കുക, നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക, എല്ലാം
ചെയ്യുവാൻ പറ്റുന്ന ഒരു വർഷം തന്നെയാണ്. എന്നിരുന്നാലും നിങ്ങളുടെ മടി ഇതിനൊന്നും നിങ്ങളെ അനുവദിക്കില്ല. മടിയെല്ലാം മാറ്റിവെച്ച് സ്മാർട്ടായിട്ട് വളരെ താല്പര്യത്തോടുകൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ധനലാഭം ഈ ഒരു വർഷം തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കുവാൻ സാധിക്കും. അതുമാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും, നിങ്ങൾ ഈ മടി മൂലം ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും നിങ്ങളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടാണ് വരുന്നത്. അതെല്ലാം മാറ്റിവെച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെ ആയിരിക്കും. കൂടാതെ ഈ വ്യക്തികൾക്ക് ലഹരി സംബന്ധമായ എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ അതെല്ലാം കുറയ്ക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. അവിടെയും നിങ്ങളുടെ മനസ്സൊന്ന് വിചാരിച്ചാൽ മാത്രം മതി. നിങ്ങൾ ആത്മാർത്ഥമായി വിചാരിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം മാറ്റുവാനും അതിൽ നിന്നും നിങ്ങൾക്ക് മോചിതനാകുവാനും ധനം ലാഭിക്കുവാനും സന്തോഷകരമായ ജീവിതം നയിക്കുവാനും എല്ലാം സാധിക്കും. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ ഗണപതി ഭഗവാനെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, ഭഗവാൻ നാളികേരം ഉടയ്ക്കുക, ഗണപതി ഹോമം നടത്തുക, എല്ലാം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെ ആയിരിക്കും. ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾക്ക് ഗുണഫലങ്ങൾ ജീവിതത്തിൽ വരുന്നില്ല, ദോഷഫലങ്ങളാണ് വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകമൊന്ന് പരിശോധിച്ച് ഇപ്പോഴത്തെ ദശാപകാരം മനസ്സിലാക്കി അതിൻ്റെ പരിഹാരം ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഇതൊരു പൊതുഫലമാണ്. ചാരവശമുള്ള ഫലത്ത് എല്ലാവർക്കും ഇതേപോലുള്ള ഗുണഫലങ്ങൾ വരുവാൻ സാധ്യത കുറവാണ്. കാരണം നിങ്ങളുടെ ജാതകത്തിൽ ദോഷമുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതലും ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈയൊരു ഫലം ജീവിതത്തിൽ വരണം എന്നുണ്ടെങ്കിൽ ജാതകദോഷം കൂടി മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വിഷുഫലത്തിലെ എല്ലാ ഗുണഫലങ്ങളും ജീവിതത്തിൽ വരികയും മടിയെല്ലാം മാറി സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. ജാതക സംബന്ധമായ സംശയങ്ങൾക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. നമസ്കാരം. തൃക്കേട്ട നക്ഷത്രക്കാരുടെ വിഷുഫലം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്ത് സന്തോഷകരമായൊരു കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കും. പ്രണയ സാക്ഷാത്കാരത്തിൻ്റെ ഒരു വർഷം തന്നെയാണ്. നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രണയം വിജയത്തിലെത്തുവാനും വിജയം നിങ്ങളുടെ വിവാഹത്തിലെത്തുവാനും സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുവാനും ഈ ഒരു വർഷം നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ദമ്പതികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറി ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കുടുംബജീവിതത്തിലുണ്ടാകുന്ന പിണക്കങ്ങളും പരിഭവങ്ങളും മാറി ജീവിതം സന്തോഷകരമായി ജീവിക്കാൻ ഈ ഒരു വർഷക്കാലം സാധിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഈ ഒരു വർഷത്തിൽ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക, പൂജിക്കുക, ഭഗവാന് നീരാഞ്ജനം നടത്തുക, വഴിപാട് നടത്തുക, ഇങ്ങനെയെല്ലാം ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്കുണ്ടാകുന്ന ചെറിയ ചെറിയ തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ, മടി, അലസത ഇതെല്ലാം മാറിക്കിട്ടും. ഇങ്ങനെ നിങ്ങൾക്ക് ഈ പരിഹാരം ചെയ്തിട്ടും നിങ്ങളുടെ തടസ്സങ്ങൾ മാറുന്നില്ല, പ്രശ്നങ്ങൾ തന്നെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിച്ച് ഇപ്പോഴത്തെ ദശാപകാരം മനസ്സിലാക്കി അതിൻ്റെ പരിഹാരവും കൂടി ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. കാരണം ഇതൊരു പൊതുഫലമായതിനാൽ എല്ലാവർക്കും ഒരുപോലുള്ള ഗുണഫലങ്ങൾ ലഭിക്കുവാൻ സാധ്യത കുറവാണ്. ജാതകദോഷമുണ്ടെങ്കിൽ അതും കൂടി പരിഹരിച്ചു പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ ഗുണഫലങ്ങളും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. കൂടാതെ ഈ നക്ഷത്രക്കാർക്ക് നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിൽ തന്നെ ജോലിയിൽ ഉന്നതി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജോലിയിൽ ഉന്നതി ഉണ്ടാകും. കൂടാതെ സാമ്പത്തിക നേട്ടമുണ്ടാകും, ബിസിനസ്സിൽ ഉയർച്ചയുണ്ടാകും, കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകും. വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ നേട്ടമുണ്ടാകും. ഇങ്ങനെ ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷമാണ് ഈ ഒരു വിഷു കാലഘട്ടം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജാതകം പരിശോധിക്കണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. മൂലം നക്ഷത്രം. മൂലം നക്ഷത്രക്കാരുടെ വിഷുഫലം. ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷ കാലഘട്ടം നിങ്ങൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു വർഷം തന്നെയായിരിക്കും. കുടുംബത്തിലെ പ്രായം കൂടിയ ആൾ അല്ലെങ്കിൽ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ വരുന്ന എല്ലാ മംഗളകർമ്മങ്ങളും നിങ്ങളുടെ നേതൃത്വത്തിലായിരിക്കും നടക്കുന്നത്. അതിനുവേണ്ടി സാമ്പത്തിക ചിലവ് നടത്തേണ്ടി വരും. മാനസികപരമായി നിങ്ങൾ ആ കാര്യത്തിൽ പങ്കെടുക്കേണ്ടി വരും. കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയായിരിക്കും. കൂടാതെ ഈ വ്യക്തികൾ ഉള്ള കുടുംബങ്ങളിൽ മംഗളകാര്യങ്ങൾ നടക്കുവാൻ സാധ്യത വളരെ കൂടുതലാണ്. വിവാഹം, മറ്റ് പല ചടങ്ങുകൾ, വിവാഹത്തിനനുബന്ധിച്ചുള്ള മറ്റ് ചടങ്ങുകൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നടക്കുകയും ഇതിൽ ഈ വ്യക്തി തന്നെ നേതൃത്വം നയിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു സമയം തന്നെയായിരിക്കും. ചെറിയ മടിയൊക്കെ ഉള്ള വ്യക്തികളായിരിക്കും ഈ നക്ഷത്രക്കാർ. എന്നാൽ ഈ ഒരു വർഷക്കാലഘട്ടം മടിയെല്ലാം മാറ്റിവെച്ച് ആത്മാർത്ഥമായി ഇറങ്ങി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നല്ല നല്ല സന്തോഷകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും. സാമ്പത്തികപരമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു വർഷം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക്. നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പുതിയ ബ്രാഞ്ച്
ബ്രാഞ്ചുകൾ തുടങ്ങുവാൻ വരെ സാധിക്കും. കൂടാതെ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് ആ സാമ്പത്തികം ചിലവ് കുറയുകയും വരുമാനം കൂടുതലായി ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയം തന്നെ ആയിരിക്കും. ആത്മാർത്ഥമായി നിങ്ങൾ ജോലിയിൽ പ്രവർത്തിക്കുക. നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. അംഗീകാരങ്ങൾ ലഭിക്കും, അവസരങ്ങൾ ലഭിക്കും. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. വിദ്യാർത്ഥികൾക്ക് നേട്ടം, ജോലി സംബന്ധമായ നേട്ടം, വിദേശ യാത്രയ്ക്കുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുന്നു, കുടുംബജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്നു. ഇതെല്ലാ ഗുണഫലങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വർഷം ജീവിതത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും. ഇങ്ങനെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും തടസ്സം വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് നല്ലത് തന്നെയായിരിക്കും. എന്നിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഗുണഫലങ്ങൾ കൂടുതൽ വരുന്നില്ല, ദോഷങ്ങളാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ ജാതകമൊന്ന് പരിശോധിച്ച് ദിശാപഹാരം മനസ്സിലാക്കി അതിൻ്റെ പരിഹാരം കൂടി ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ജാതക സംബന്ധമായ സംശയങ്ങൾക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. പൂരാടം നക്ഷത്രക്കാരുടെ വിഷുഫലം. പൂരാടം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലഘട്ടം നിങ്ങൾ പരിശ്രമിക്കുവാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയം ഉറപ്പായും ഉണ്ടാകുക തന്നെ ചെയ്യും. പരിശ്രമശാലികൾക്ക് വിജയശ്രീലാളിതരാകുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു വർഷക്കാലഘട്ടം. ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് ഗുണപരമായ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങളെ തേടി വരികയാണ്. സാമ്പത്തിക നേട്ടമുണ്ടാകുന്നു, ജോലിയിൽ മുൻഗണന ഉണ്ടാകുന്നു, ജോലിയിൽ നേട്ടമുണ്ടാകുന്നു, ബിസിനസ്സിൽ ഉയർച്ചയുണ്ടാകുന്നു, കുടുംബജീവിതം സന്തോഷകരമായി പോകുന്നു. ഇങ്ങനെയുള്ള പല നേട്ടങ്ങൾ വരുമ്പോൾ നിങ്ങൾ മാത്രം മടി പിടിച്ച് മാറി നിൽക്കുന്നത് എന്തിനാണ്? നിങ്ങളുടെ ഈ ഒരു അലസത മൂലമുണ്ടാകുന്ന ഒരു വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക തകർച്ചയിലോട്ടാണ് പോകുന്നത്. കാരണം അലസതയെല്ലാം മാറ്റിവെച്ച് വളരെ ആക്റ്റീവായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ വിജയം കൈവരിക്കുവാൻ സാധിക്കും. കാരണം ഇപ്പോൾ ഈ ഒരു വർഷക്കാലഘട്ടം ഈ നക്ഷത്രക്കാർക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. എന്നാൽ നിങ്ങളുടെ മടി മൂലം മാത്രമാണ് ഇതെല്ലാം പരാജയത്തിലോട്ട് പോകുന്നത്. ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ ഒരുപാട് നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. വിദേശത്തിൽ നിന്നും ഒരുപാട് ധനലാഭം ഉണ്ടാക്കുവാൻ സാധിക്കും. അതായത് വിദേശയാത്രയിൽ പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവിടെ എത്തിച്ചേരുവാൻ സാധിക്കും. ധാരാളം ധനലാഭം ഉണ്ടാകുവാൻ സാധിക്കും. അവിടെ നിൽക്കുന്നവർക്ക് ധനനേട്ടം ഇപ്പോൾ കിട്ടുന്നതിനേക്കാളും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുവാൻ സാധിക്കുന്ന മനോഹരമായ ഒരു വർഷം തന്നെയാണ്. ഈ ഒരു വർഷകാലഘട്ടം നിങ്ങൾ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും എല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെ പരിഹാരങ്ങളെല്ലാം ചെയ്ത് നിങ്ങളുടെ ജീവിതം വളരെ സക്സസ്സായി മുന്നോട്ട് പോകും എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് അത് നടക്കുന്നില്ല, തടസ്സങ്ങൾ വരുന്നു, വീണ്ടും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഫലം ഇതൊരു പൊതുഫലമാണ്. ചാരവശമുള്ള ഫലം എല്ലാവർക്കും ഒരുപോലെ വരണമെന്നില്ല. നിങ്ങളുടെ ജാതകത്തിൽ ദോഷമുണ്ട് എന്നുണ്ടെങ്കിൽ ജാതകം ഒന്ന് പരിശോധിക്കുക. ഇപ്പോഴത്തെ ദിശാപകാരം മനസ്സിലാക്കി അതിനുള്ള പരിഹാരം കൂടി ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ജാതക സംബന്ധമായ ദോഷങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. കൂടാതെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ഉത്രാടം നക്ഷത്രക്കാരുടെ വിഷുഫലം. ഈ നക്ഷത്രക്കാർക്ക് അമിത പ്രതീക്ഷയില്ലാതെ മാന്യമായ രീതിയിൽ, അതായത് സാധാരണ രീതിയിൽ പ്രതീക്ഷകളെല്ലാം വച്ച് മുന്നോട്ട് പോയാൽ എല്ലാം പൂർണ്ണമായും വിജയം കൈവരിക്കുവാൻ സാധിക്കും. നിങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ടു എന്ന് കരുതി അതെല്ലാം നടക്കണമെന്നില്ല. ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലഘട്ടം ഒരു ഗുണവും ദോഷവും ഒരുപോലെ വരുന്ന സമയമാണ്. അതാണ് പറഞ്ഞത്, ഒരുപാട് സ്വപ്നം കണ്ടാൽ അതിലൊരുപാട് നിരാശയും വന്നു ചേരും. മാന്യമായി നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള കാര്യങ്ങൾ സ്വപ്നം കണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് നടക്കുക തന്നെ ചെയ്യും. അതിലൊരുപാട് സന്തോഷവും മനസ്സിനുണ്ടാകും. എന്നാൽ സ്വപ്നജീവിയാകാൻ സാധ്യത വളരെ കൂടുതലായുള്ള സമയമാണ്. അതാണ് പറഞ്ഞത്, സ്വപ്നം കാണുന്നത് കുറയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. എല്ലാ ദുഃഖങ്ങൾക്കും കാരണം സ്വപ്നം തന്നെയാണ്. ഈ ഒരു വർഷക്കാലഘട്ടം സ്വപ്നങ്ങളെല്ലാം കുറച്ച് ആവശ്യത്തിന് മാത്രം സ്വപ്നങ്ങൾ കണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദുഃഖങ്ങൾ കുറയ്ക്കുവാൻ സാധിക്കും. സന്തോഷകരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. നിങ്ങൾക്ക് ജോലി സംബന്ധമായി തടസ്സങ്ങൾ വരും എന്നുണ്ടെങ്കിലും അന്തിമഘട്ടങ്ങളിൽ നിങ്ങൾക്ക് തന്നെ പൂർണ്ണ വിജയമുണ്ടാകും. അതുകൊണ്ട് ജോലിക്ക് വേണ്ടി തടസ്സങ്ങൾ ഉണ്ടാകുന്നു എന്ന് കരുതി അതിൽ നിന്നും മാറി നിൽക്കുകയോ പിന്മാറുകയോ ചെയ്യാതെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുക. ടെസ്റ്റുകൾ, ഇൻ്റർവ്യൂകൾ, പരീക്ഷകൾ ഇതിലെല്ലാത്തിലും നിങ്ങൾക്ക് തടസ്സം വന്നതിന് ശേഷം മാത്രമേ വിജയമുണ്ടാകുകയുള്ളൂ.
ആ വിജയത്തിന് വേണ്ടി ഒരുപാട് പരിശ്രമിക്കുക, കാത്തിരിക്കുക. വിജയം അവസാനം നിങ്ങൾക്ക് തന്നെ ഉറപ്പായും ഉണ്ടാകും. ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലഘട്ടം സാമ്പത്തിക നേട്ടമുണ്ടാകും, വിജയങ്ങളുണ്ടാകും, വിദ്യാഭ്യാസ നേട്ടമുണ്ടാകും, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും, തൊഴിൽ ലാഭങ്ങളുണ്ടാകും, തൊഴിൽ ഉന്നതി ഉണ്ടാകും. ഇങ്ങനെയുള്ള ഒരുപാട് ഗുണഫലങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ചില വ്യക്തികൾക്ക് ഇതൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഭദ്രകാളി ദേവിയോ ദുർഗാദേവിയോ ചാമുണ്ടീശ്വരി, അതായത് രൗദ്രദേവതകളെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ഇങ്ങനെ പൂജയും പ്രാർത്ഥനയുമായി നടന്ന് നമുക്ക് ഈ ഒരു വർഷത്തിൽ ഈ പറഞ്ഞ ഒരു ഫലവും ജീവിതത്തിൽ വരുന്നില്ല എന്ന് കരുതി വിഷമിക്കേണ്ട. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ഇപ്പോഴത്തെ ദശാപകാരം മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ പരിഹാരം കൂടി ചെയ്ത് മുന്നോട്ട് പോയാൽ, അല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് മുന്നോട്ട് പോയാൽ ഈ പറഞ്ഞ ഗുണഫലങ്ങളെല്ലാം ജീവിതത്തിൽ വരികയും ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. ജ്യോതിഷത്തിൽ, അതായത് നിങ്ങളുടെ ജാതക സംബന്ധമായ വിഷയങ്ങൾ ജ്യോതിഷത്തിലൂടെ അറിയുവാൻ വേണ്ടി താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. തിരുവോണം നക്ഷത്രക്കാരുടെ വിഷുഫലം. ഇവർക്ക് ഈ ഒരു വർഷക്കാലഘട്ടം ഒരുപാട് ഐശ്വര്യങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷം തന്നെയായിരിക്കും. പരമ്പരാഗതമായ ആചാരാനുഷ്ഠാനങ്ങൾ കാത്തു സംരക്ഷിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തികൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം നേട്ടങ്ങളും അംഗീകാരങ്ങളും ദൈവാനുഗ്രഹവും ഉണ്ടാകുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. നിങ്ങൾ ഏത് മേഖലയിൽ കൈവച്ചാലും അവിടെ വിജയം ഉറപ്പ് തന്നെയാണ്. നിങ്ങൾ മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ടൊരു മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നേട്ടമുണ്ടാകും, ആ സ്ഥാപനവും ഉയർച്ചയിലുണ്ടാകും. നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സും വളരും, അതിനോടൊപ്പം അവിടെ നിൽക്കുന്ന സ്റ്റാഫുകളുടെ എണ്ണം കൂടും, അതിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് നേട്ടമുണ്ടാകും. നിങ്ങൾ മുഖാന്തരം നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികൾക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ഒരു നക്ഷത്രം തന്നെയാണ്, ഈ ഒരു വർഷം തന്നെയാണ് ഈ ഒരു വർഷക്കാലഘട്ടം. നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ലോട്ടറി ഭാഗ്യങ്ങളും അല്ലെങ്കിൽ സമ്മാനങ്ങളും നറുക്കെടുപ്പുകളും ഇതെല്ലാം ലഭിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. ഈശ്വരനെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക. കർമ്മരംഗത്ത് നേട്ടം കാണുന്നുണ്ട്, വിദ്യാഭ്യാസ രംഗത്ത് നേട്ടം കാണുന്നുണ്ട്, കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൈവരിക്കുവാൻ സാധിക്കും. വിദ്യാഭ്യാസ നേട്ടം, വാക്കുകളിൽ വരുന്ന ഒരു പരിശുദ്ധി മൂലം നിങ്ങൾക്ക് സമൂഹത്തിൽ അംഗീകാരങ്ങൾ ലഭിക്കുന്നു. എന്നിങ്ങനെയുള്ള ഗുണഫലങ്ങൾ എല്ലാം ജീവിതത്തിൽ വന്നു ചേരും. ഈ ഒരു സമയം നിങ്ങൾ ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും. ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ മാത്രം നിങ്ങൾ സ്വപ്നം കാണുകയും അതിനുവേണ്ടി ജീവിതം മുന്നോട്ട് നയിക്കുകയും ചെയ്യുമ്പോൾ ഗുണഫലങ്ങൾ കുറയുന്നു, ദോഷഫലങ്ങൾ കൂടുന്നു, മനസ്സിൽ ഒരുപാട് വിഷമങ്ങൾ വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ജ്യോതിഷനെ നിങ്ങളുടെ ജാതകം കാണിക്കുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇപ്പോഴത്തെ ദശാപകാരം മനസ്സിലാക്കുകയും അതിനുള്ള പരിഹാരങ്ങളും ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ജാതക സംബന്ധമായ വിഷയങ്ങൾ അറിയുന്നതിന് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. കൂടാതെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. അവിട്ടം നക്ഷത്രക്കാരുടെ വിഷുഫലം. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലഘട്ടത്തിൽ പുതിയ പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ നിങ്ങളെ തേടി എത്തുക തന്നെ ചെയ്യും. സ്വാധീനവും കഴിവുമുള്ള വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് മൂലം നിങ്ങൾക്കൊരുപാട് നേട്ടങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ ഈ ഒരു വ്യക്തിത്വം തന്നെ മാറുക, അതായത് നിങ്ങളുടെ സ്വഭാവം തന്നെ മാറുകയും നിങ്ങൾ അവരോടൊപ്പം ചേരുന്നത് മൂലം നിങ്ങൾക്കൊരുപാട് ഗുണപരമായ അനുഭവങ്ങൾ, അതായത് ജോലിയിൽ മാറ്റമുണ്ടാകുന്നു. പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ആ ജോലിയിൽ മാറ്റം വരുന്നു, ബിസിനസ്സിൽ നേട്ടമുണ്ടാകുന്നു, കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നു, ഒരുപാട് വിനോദയാത്രകൾ പോകുവാൻ സാധിക്കുന്നു. ഇങ്ങനെ ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ മൂലം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു വർഷം തന്നെയാണ്. കുടുംബജീവിതത്തിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കുക, അവർ പിന്തുണയ്ക്കുക, അവർ മുഖാന്തരം നിങ്ങൾ ജോലിയിൽ നേട്ടമുണ്ടാകുക, വിദ്യാഭ്യാസപരമായി നേട്ടമുണ്ടാകുക, വിവാഹ ആലോചനകൾ വന്നു ചേരുക, വിവാഹം മുടങ്ങിയിരുന്നതെല്ലാം നടക്കുവാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ ഗുണഫലമായ അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം തന്നെയാണ്. എന്നിരുന്നാലും എല്ലാത്തിനും ഒരു ഭയം ഈ വ്യക്തികൾക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ ഭയമെല്ലാം മാറ്റിവെച്ച്
ആത്മാർത്ഥപരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ശത്രുക്കൾ നിങ്ങളുടെ മിത്രമാക്കി എടുക്കുവാൻ സാധിക്കുന്ന സമയം തന്നെയാണ്. ശത്രുതയുള്ള വ്യക്തികളോടെല്ലാം മിത്രങ്ങളോട് സംസാരിക്കുന്നവർ സംസാരിക്കുക. അവർ തന്നെ നിങ്ങളുടെ ശത്രുത മറന്ന് നിങ്ങളോട് സുഹൃത്തുക്കളായി വരികയും അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുകയും നിങ്ങളോടുണ്ടായിരുന്ന ആ ഒരു അസൂയ മനോഭാവങ്ങളെല്ലാം മാറി സന്തോഷകരമായ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. എന്നിരുന്നാലും ഈ ഒരു കാലഘട്ടത്തിൽ എന്തെങ്കിലും ദോഷാനുഭവങ്ങൾ ഈ പറയുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ദേവിയെ, അതായത് സരസ്വതി ദേവിയോ ലക്ഷ്മി ദേവിയൊക്കെ മനസ്സിൽ പ്രാർത്ഥിക്കുക, അവരുടെ ക്ഷേത്ര ദർശനം നടത്തുക, അവർക്ക് വേണ്ടി നിത്യവും ഏതെങ്കിലും തൊട്ടടുത്തുള്ള ദേവീ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുകയെല്ലാം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ഈ പരിഹാരങ്ങളെല്ലാം ചെയ്തിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഗുണപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ ഒരു പൊതുഫലം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ജാതകത്തിലെ ദശാപകാരം മനസ്സിലാക്കി അതിൻ്റെ പരിഹാരവും കൂടി ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ പറഞ്ഞ വിഷുഫലത്തിലെ എല്ലാ ഭാഗ്യങ്ങളും ഇരട്ടിയായി ജീവിതത്തിൽ വരികയും ദോഷങ്ങൾ മാറിക്കിട്ടുകയും ചെയ്യും. ജാതക സംബന്ധമായ വിഷയങ്ങൾ അറിയുന്നതിന് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ചതയം നക്ഷത്രക്കാരുടെ വിഷുഫലം. ചതയം നക്ഷത്രക്കാർ ഈ ഒരു വർഷകാലഘട്ടത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന വ്യക്തികളാണ്. എന്നാൽ നിങ്ങളുടെ മടിയും അലസതയും മൂലം നിങ്ങൾ ജീവിതത്തിൽ പല രീതിയിലുള്ള തടസ്സങ്ങളും പരാജയങ്ങളും അനുഭവിക്കേണ്ടി വരും. ഈ നക്ഷത്രക്കാർ നിങ്ങൾ ഭയപ്പെടുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും ഭയന്നോടേണ്ടി വരും. എന്നാൽ നിങ്ങൾ ആത്മാർത്ഥപരമായി നിങ്ങളൊരു കാര്യത്തിൽ വിജയിക്കും എന്ന് കരുതി മുന്നോട്ടിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന, നിങ്ങളെ തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ പോലും നിങ്ങളിൽ നിന്നും മാറി നിങ്ങളുടെ പുറകിൽ വന്ന് നിൽക്കുന്ന ഒരു അനുഭവം തന്നെ ഉണ്ടാകും. തോൽക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും തോൽവി നിങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് ആത്മാർത്ഥമായി ഉയർത്തെഴുന്നേൽക്കൂ. നിങ്ങളുടെ മടിയും അലസതയും എല്ലാം മാറ്റിവെച്ച് നിങ്ങൾ വളരെ സ്മാർട്ടായി ഒരു കാര്യത്തിന് നേടണം അല്ലെങ്കിൽ അവിടെ വിജയിക്കണം എന്ന് കരുതി ഇറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകുക തന്നെ ചെയ്യും. കൂടെ നിൽക്കുന്നവർ അതിശയത്തോടു കൂടി നോക്കുന്ന രീതിയിൽ, അവരുടെ ചിമ്മുന്ന രീതിയിൽ ജീവിതം വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷക്കാലഘട്ടം തന്നെയാണ് ചതയം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് സാമ്പത്തികപരമായി ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകും എന്നുണ്ടെങ്കിലും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കൃത്യമായ രീതിയിൽ നടന്നു പോവുക തന്നെ ചെയ്യും. എന്നിരുന്നാലും കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും കൈവരിക്കുവാൻ സാധിക്കും. ജോലിയിൽ നേട്ടമുണ്ടാകും. ജോലി സംബന്ധമായി നിങ്ങൾ ജോലിയില്ലാതെ നിത്യവും ജോലിയില്ലാതെ നടക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് ജോലി ഉണ്ടാകും, നിങ്ങൾക്ക് വരുമാനമുണ്ടാകും. ഇത് നമ്മുടെ സമ്പാദ്യം സേവ് ചെയ്യുവാൻ സാധിക്കും. നല്ല രീതിയിൽ ജീവിതം സാമ്പത്തികമെല്ലാം വളർത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. ഈ ഒരു വർഷകാലഘട്ടത്തിൽ നിങ്ങൾ മുരുകസ്വാമിയെ പ്രാർത്ഥിക്കുക, പൂജിക്കുക, ഭഗവാന്റെ അമ്പലത്തിൽ പോവുക, എല്ലാം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ഇത്രയും പരിഹാരങ്ങളും ചെയ്ത് നിങ്ങൾ നല്ല സ്മാർട്ടായിട്ട് എല്ലാ കാര്യവും ചെയ്ത് മുന്നേറുമ്പോൾ നിങ്ങൾക്ക് ഗുണപരമായ അനുഭവങ്ങൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ജാതകത്തിലെ ഇപ്പോഴത്തെ ദശാപകാരം മനസ്സിലാക്കി അതിനും കൂടി പരിഹാരം ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ജാതക സംബന്ധമായ സംശയങ്ങൾക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കൂ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ വിഷുഫലം. ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലഘട്ടം സംസാരം നിയന്ത്രിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. എന്നാൽ സംസാരത്തിലൂടെ ഒരുപാട് നേട്ടങ്ങളും ധനലാഭവും, വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ സ്ഥലത്ത് ആ ഒരു സ്ഥാപനത്തിൽ നിങ്ങൾക്കൊരു അംഗീകാരം ലഭിക്കുന്നു. കുടുംബജീവിതത്തിൽ നേട്ടങ്ങളും പിണക്കങ്ങളും മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നു. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് മുൻകോപം കൂടുതലായതിനാൽ മുൻകോപം മൂലം ഉണ്ടാകുന്ന സംസാരം പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. അതുകൊണ്ട് സംസാരം ഒന്ന് നിയന്ത്രിച്ച് എതിരെ നിൽക്കുന്ന വ്യക്തി ആരാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം സംസാരിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നിങ്ങൾ ഒരു കാര്യം വളരെ ശ്രദ്ധയിൽപ്പെടുത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ വളരെ നല്ലത് തന്നെയായിരിക്കും. ഈ ഒരു വർഷക്കാലഘട്ടം നിങ്ങൾക്ക് ധനപരമായ നേട്ടമുണ്ടാകും. സാമ്പത്തികമായി ഒരുപാട് പ്രതീക്ഷിക്കുന്നതിനപ്പുറം വളർച്ചയുണ്ടാകും. എന്നിരുന്നാലും നിങ്ങളുടെ സംസാരം മൂലം മറ്റുള്ളവർക്കൊരു ദുഃഖമുണ്ടാകാതെ കാക്കുന്നത് ആലോചിച്ച് സംസാരിക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങൾ പറയുന്ന വാക്ക്
ഓരോ വാക്കുകളും നിങ്ങൾ പറയും ഞാനത് ചെയ്തു തരാം, അല്ലെങ്കിൽ ഞാനതിൽ സഹായിക്കാം. ഇതെല്ലാം പലർക്കും നിങ്ങൾ ഒരുപാട് വെറുതെ വാഗ്ദാനങ്ങൾ നൽകുകയാണ്. എന്നാൽ നിങ്ങൾ കൊടുക്കുന്നത് ഒരു വാക്ക് മാത്രമാണ്. ഈ വാക്കും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു പല വ്യക്തികളും ഉണ്ടാകും. അവർക്ക് നഷ്ടമാകുന്നത് അവരുടെ ജീവിതം, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷകളെല്ലാം നഷ്ടമാകുകയും അവരുടെ ജീവിതം നിരാശരാകുകയും ചെയ്യുന്നു. നിങ്ങൾ നിസ്സാരമായി കരുതുന്ന ഒരു വാക്ക് മറ്റുള്ളൊരു ജീവിതമാണ്. അതുകൊണ്ട് ആ സ്വപ്നങ്ങളെ നിങ്ങളുടെ ഈ വാക്ക് സാമർഥ്യം മൂലം അത് നശിപ്പിക്കാതെ നിങ്ങളാൽ കഴിയും എന്നുണ്ടെങ്കിൽ മാത്രം ഉറപ്പായും വാക്ക് പറയുക. ഓരോ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് സാമ്പത്തികപരമായി നല്ല നേട്ടം കാണുന്നുണ്ട്. ആത്മാർത്ഥമായി ജോലിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക നേട്ടമുണ്ടാകും. കുടുംബജീവിതം സന്തോഷകരമായി പോകും. വിദ്യാഭ്യാസത്തിൽ ഉയർച്ചയുണ്ടാകും. ബിസിനസ്സിൽ നേട്ടമുണ്ടാകും. നല്ല രീതിയിലുള്ള ആരോഗ്യം എല്ലാം ഉണ്ടാകുന്നൊരു സമയം തന്നെയാണ്. എന്നിരുന്നാൽ എന്തെങ്കിലും ദോഷം കാണുന്നു എന്നുണ്ടെങ്കിൽ നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കുക, പൂജിക്കുക എല്ലാം ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറയുന്ന ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വരുന്നില്ല, ദോഷങ്ങളാണ് കൂടുതലും വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജാതകം ഒന്ന് പരിശോധിക്കുക. ഇപ്പോഴത്തെ ദശാപഹാരം മനസ്സിലാക്കിയതിന് ശേഷം അതിനും കൂടി പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ വിഷു കാലഘട്ടത്തിൽ വരുന്ന ഈ വിഷുഫലത്തിൽ പറയുന്ന എല്ലാ ഗുണാനുഭവങ്ങളും ജീവിതത്തിൽ വരികയും ദോഷങ്ങൾ ഇല്ലാതാകുകയും ചെയ്യുന്നു. ജാതക സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമസ്കാരം. ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ വിഷുഫലം. ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലഘട്ടം സ്വപ്നങ്ങളിൽ ജീവിക്കുന്ന വ്യക്തികളായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തികം എന്തുമാകട്ടെ, ജീവിത രീതി എങ്ങനെയുമാവട്ടെ, എന്നാൽ ഒരുപാട് സ്വപ്നം കാണുക, സ്വപ്നങ്ങൾ കണ്ട് അതിനെ യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയുകയും എന്നാൽ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു നല്ലൊരു സമയമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക്. നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ സഫലമാക്കുവാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ മാത്രം മതി. നിങ്ങൾക്കൊരു ജോലി നേടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായി പഠിക്കുക, ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യുക, ടെസ്റ്റുകൾ എഴുതുക, നിങ്ങൾക്ക് ജോലി ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ സ്വപ്നം എന്താണോ, ഏത് മേഖലയിൽ എത്തിച്ചേരണം, അല്ലെങ്കിൽ എന്ത് ബിസിനസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളെ സ്വന്തമാക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇത്ര ധനം ഒരു വർഷത്തിനകത്ത് സമ്പാദിക്കണം, ഒരു വീട് വയ്ക്കണം, അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങണം, എന്ത് മോഹം തന്നെയായാലും ശരി, നിങ്ങൾ ആത്മാർത്ഥമായും ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു വർഷം അത് സ്വന്തമാക്കുവാൻ സാധിക്കും. നിങ്ങൾ നിസ്സാരമായ ഒരു വിദ്യാർത്ഥിയാണ്, നിങ്ങൾക്കൊരു മൊബൈൽ ഫോൺ വേണം, അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് വേണം, ഇതിനെല്ലാം നിങ്ങൾ ആഗ്രഹിച്ചോളൂ. നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായും 100% നിങ്ങൾക്ക് അതിൻ്റെ പോസിറ്റീവ് ഫലങ്ങൾ ഉണ്ടാകുന്നൊരു വർഷം തന്നെയാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി ഉറപ്പായും ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ജോലിയിൽ നല്ല നേട്ടം ഉണ്ടാകുന്നു. ഇവിടെ ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം ബിസിനസ്സിനെ വലിയ ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നു. നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ വിവാഹം കഴിക്കുവാൻ സാധിക്കുന്നു. കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സ് വെച്ചാൽ അതും മാറ്റിയെടുക്കുവാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് ഗുണാനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം തന്നെയാണ്. ഈ പറയുന്ന ഗുണഫലങ്ങൾ ജീവിതത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്നിട്ടും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ, അതായത് ഗുണപരമായ ഈ സന്തോഷകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ ജാതകം പരിശോധിച്ച് ഇപ്പോഴത്തെ ദശാപഹാരം മനസ്സിലാക്കി അതിനും പരിഹാരം ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയാണ്. ജാതക സംബന്ധമായ വിഷയങ്ങൾ അറിയുന്നതിന് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കൂ. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമസ്കാരം. രേവതി നക്ഷത്രക്കാരുടെ വിഷുഫലം. രേവതി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലഘട്ടം അവരുടെ സ്വന്തം കഴിവിൽ വിശ്വസിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആരുടെയും സഹായമില്ലാതെ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. നിങ്ങൾ ആരുടെയും സഹായം അഭ്യർത്ഥിക്കേണ്ട ആവശ്യമില്ല. ധനപരമായാലും ശരി, വിദ്യാഭ്യാസപരമായാലും ശരി, ബിസിനസ് സംബന്ധമായാലും ശരി, ആരുടെയും സഹായമില്ലാതെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുറപ്പായും ജീവിതത്തിൽ നേട്ടങ്ങളും അംഗീകാരങ്ങളും ഒരുപാട് അവസരങ്ങളും നിങ്ങൾ ആഗ്രഹിച്ച മേഖലയിൽ എത്തിച്ചേരുവാനും സാധിക്കുക തന്നെ ചെയ്യും. എല്ലാവരെയും, അതായത് നിങ്ങളുടെ എതിരെ നിൽക്കുന്ന എല്ലാ വ്യക്തികളെയും മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിവുള്ള വ്യക്തികളാണ് ഈ നക്ഷത്രക്കാർ. ഈ ഒരു വർഷം ഇവരുടെ ഒരു ചിരി കൊണ്ട് മാത്രം ഇവർ ശത്രുക്കളെ കീഴടക്കുവാൻ സാധിക്കും. ഒരു ചിരി മാത്രം മതി എതിരെ നിൽക്കുന്ന ആളിനെ നിങ്ങളുടെ ശത്രുത മാറ്റുകയും അവരെ മിത്രമാക്കി എടുക്കുവാൻ സാധിക്കും. അത്രയ്ക്കും കഴിവുള്ള വ്യക്തികളാണ്. എന്നാൽ ഈ
ഒരു വർഷക്കാലഘട്ടം ഇവർക്ക് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നുണ്ട്. എല്ലാ മേഖലയിലും ഇവർക്ക് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. ജോലി സംബന്ധമായി, ബിസിനസ് സംബന്ധമായിട്ട്, കുടുംബജീവിതത്തിൽ നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്നു. പ്രണയം സാക്ഷാത്കരിക്കുവാൻ സാധിക്കുന്നു. വിദ്യാഭ്യാസ നേട്ടം ഉണ്ടാകുന്നു. മനസ്സമാധാന സന്തോഷത്തോടു കൂടി ഇവർക്ക് ജീവിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. എന്നിരുന്നാലും ഇതിനൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ട്. കാരണം ഇതൊരു പൊതുഫലമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഗുണഫലം ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥനയും പൂജയുമായി പോയിട്ടും നിങ്ങൾക്ക് ഗുണഫലങ്ങൾ ജീവിതത്തിൽ വരുന്നില്ല, ദോഷങ്ങൾ മാത്രമാണ് സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം പരിശോധിച്ച് അതിലെ ദശാപകാരം മനസ്സിലാക്കി അതിനും കൂടി പരിഹാരം ചെയ്തു പോയി കഴിഞ്ഞാൽ ഈ വിഷുഫലത്തിലെ എല്ലാ ഗുണഫലങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ എത്തുക തന്നെ ചെയ്യും. ജാതക സംബന്ധമായ വിഷയങ്ങൾ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.